ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പം ദുബായിലാണ്. ഏകദേശം 21 വർഷമായി പ്രവാസ ജീവിതമാണ്. ഫാമിലിയോടൊപ്പം ദുബൈയിൽ തന്നെയാണ്. 4 വർഷമായി നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് പാർട്ട് ടൈമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. ആദ്യം 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമായിട്ട് ലൈഫായിട്ട് ഒരു കരിയറായിട്ട് കൊണ്ടുപോവാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധ്യത മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ സമയങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് ഈ ബിസിനസ്സിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് സമയം മാത്രമേ വേണ്ടൂ. വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സമയം പാഴാക്കി കളയുന്ന സമയം ഇതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്നുണ്ടാവും. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ശമ്പളം ഉള്ളതുകൊണ്ടാണ് ഫാമിലി കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ കൊറോണ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടലും ആരോഗ്യ പ്രശ്നങ്ങളും ശമ്പളക്കുറവും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. എനിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് ശമ്പളം കുറഞ്ഞു, വരുമാനം കുറഞ്ഞപ്പോൾ ചിലവുകൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുപാട് സ്ട്രഗിൾ വന്ന സമയത്താണ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. ജോലിയോടൊപ്പം തന്നെ സമയം കണ്ടെത്തി പാർട്ട് ടൈമായി ചെയ്ത് ഇന്ന് ഞാൻ ഫുൾ ടൈമായിട്ട് ഏകദേശം 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം, ഇവിടെ യാതൊരുവിധ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ്. ആർക്കും ഒരു പൈസ കൊടുക്കേണ്ട എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻസ് കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ബിസിനസ് എന്ന് പറയുമ്പോൾ കുറേ പൈസ ചിലവാക്കിക്കൊണ്ട് അതിൻ്റെ പിറകെ കുറേ സമയം കളഞ്ഞ് കുറേ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് ബിസിനസ് കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹീറോ ആയി മാറാൻ, ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാനൊരു സ്ലൈഡിൻ്റെ സഹായത്തോടുകൂടി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഇതൊന്ന് കേൾക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ദിവസമായിരിക്കും ഇന്ന് ഈ ഒരു ദിവസം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കേൾക്കുക. അവസാനം സമയമുണ്ടെങ്കിൽ 10 മിനിറ്റ് ഞാൻ സംശയങ്ങൾ ക്ലിയർ ആക്കി തരാം. കാരണം ഇതൊരു മണിക്കൂറോളം സെഷൻ വേണ്ടി വരും. കാരണം ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു അരമണിക്കൂർ സെഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ദിവസം, ഞായറാഴ്ച ദിവസം, നമ്മൾ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും വരുമാനത്തെക്കുറിച്ചും കുറച്ചും ഡീറ്റെയിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഒരു 10 മിനിറ്റ് ഞാൻ ലാസ്റ്റ് ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. കംപ്ലീറ്റ് കേൾക്കുക. ഇവിടെ ഗ്ലോബൽ ബിസിനസ്, ഇൻ്റർനാഷണൽ ലെവലിലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ പാഴാക്കി കളയുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. വിന്നിംഗ് ടീമിൻ്റെ സഹായത്തോടെ ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ദ ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. ഇവിടെ ഇരിക്കുന്ന 75ഓളം ആൾക്കാരും നിങ്ങളുടെ ലൈഫിനെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻ. ഇവിടെ സ്ക്രീനിൽ കാണാൻ 2 മാർക്കറ്റിംഗ് രീതികളെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും, ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് രീതിയാണ്. മറ്റേത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന, സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് തന്നെ. ഒരു മാനുഫാക്ചർ ഉണ്ടാവും, അവരിൽ നിന്നും CNF ഏജൻറ്റിലേക്ക് പോകണം. CNF ഏജൻറ്റ് റീജിയണൽ സ്റ്റോക്കിസ്റ്റും സബ് സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലറും പിന്നെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിലേക്കാണ് ഈ കമ്പനികളുടെ എല്ലാം പ്രൊഡക്റ്റുകൾ എത്തുന്നത്. ഇവരെല്ലാവരും എന്തെങ്കിലും പ്രോഫിറ്റ് എടുക്കാതെ ഇത് ചെയ്യില്ല. കാരണം അവർ ബിസിനസ്സായി ചെയ്യുന്ന ആൾക്കാരാണ്. അവരതിനകത്ത് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. കൺസ്യൂമറായ നമ്മുടെ കൈകളിലേക്ക് സാധനം എത്തുന്ന ഇത്രയും ഇടനിലക്കാർ വഴിയാണ്. അതിൻ്റെ സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് കാണാം. TV-യിലൂടെ പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിക്കാതെ കോടികൾ വാങ്ങിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ പറയുന്നു. TV-യിലൂടെ നമ്മളത് കണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ അവസരമുണ്ട്. സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളാണ്, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നമ്മളാണ്,
സാധനങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതേ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. വരുമാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാൻ നമ്മൾക്ക് ഈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലുള്ള അവസരം ലഭിക്കാറില്ല. ഇവിടെ ഒരു കൺസ്യൂമറിനെ, ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമർ ആക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഒരു കമ്പനിയിൽ നിന്നും നേരിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ഒരു അവസരം, അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചിലവാക്കുന്ന ആ തുകയിൽ നിന്നും, നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ ചിലവാക്കുന്ന തുകയിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് അറിയാനെങ്കിലും ശ്രമിച്ചുകൂടെ? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നിന്ന് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സമയമാണ് ഇതിനകത്ത് വേണ്ടുന്നത്, വേറെ പൈസയല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നോ റിസ്ക്. നമുക്ക് വേറെ യാതൊരുവിധ ടെൻഷൻ ഇല്ല. കാരണം നമ്മൾ ആർക്കും പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് പൈസ പോകുന്നില്ല, പേടി വേണ്ട. ഒരാളുടെ കൈസത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് അവരെയും പേടിക്കേണ്ട ആവശ്യമില്ല. യാതൊരുവിധ ബൾക്ക് പർച്ചേസിങ് അല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓൺലൈൻ പരിപാടികൾ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലേ. സൂമിലേക്ക് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം മോട്ടിവേഷൻ ക്ലാസ്സിൽ തന്ന് ആവശ്യമില്ലാതെ ചാക്കിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. 25,000-നും 30,000-നൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണല്ലേ. ഇവിടെ യാതൊരുവിധ ബൾക്ക് പർച്ചേസിങ് ഒന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട, റിസ്ക് ഒന്നും ഇവിടെ ഇല്ല. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് ചെയ്യാം. ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ ജോലിയോടൊപ്പം ഈ ബിസിനസ് ചെയ്യാം. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് സമയം വേണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം വർക്കാണ്, ഒറ്റയ്ക്ക് നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ സ്വന്തമായി ചെയ്യുന്ന ബിസിനസ് ലക്ഷങ്ങളും കോടികളും ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സുലഭത്ത് ഒന്ന് കൈമാറ്റാവുക. സുലഭത്ത് ഒന്ന് കൈമാറ്റി കഴിഞ്ഞാൽ ആ സ്ക്രീന് മൊത്തം കോളാക്കി. സുലഭത്തിൻ്റെ കൈയൊന്ന് മാറ്റി. സുലഭത്ത് അറിയാതെ ആണെങ്കിൽ പോലും ആ കൈയൊന്ന് മാറ്റിയാൽ നല്ലതായിരുന്നു. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. സുലഭത്തിൻ്റെ കൈയൊന്ന് മാറ്റിക്കേ, ഇല്ലെങ്കിൽ അതാകെ കോളാകും. നമ്മളിതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ജോലിക്കാരെ വെക്കേണ്ടി വരും അല്ലേ, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങളൊന്നും വേണ്ട, ഒരു ടെൻഷനോ റിസ്ക്കും ഇല്ല. നിങ്ങളുടെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തൊരു പ്രത്യേകത, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വിൽപ്പനയല്ല കേട്ടോ, ഞാൻ കമ്പനി പ്രൊഫൈലാണ് പോകുന്നത്. അടുത്തത് പാസീവ് ഇൻകം. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്യാൻ, ഈ എൻ്റെ ജോലി വേണ്ട എന്ന് വെച്ച് റിട്ടയർമെൻറ്റിലേക്ക് പോകാൻ സാധിച്ചത് ഈ ഒരു ഇമ്പോർട്ടൻസ് കാര്യമാണ്, ലൈഫ് ലോങ് പാസീവ് ഇൻകം. കാരണം ഞാൻ 20 വർഷം ദുബായിൽ, 21 വർഷമായി, ഇത്രയും വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്തിട്ട് ഒരാളെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല. ചിലവ് കിട്ടുന്ന പൈസ വെച്ച് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയോടൊപ്പം ദുബായിൽ നല്ല ചിലവാണ്, വേറെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ, എൻ്റെ ജനറേഷനെ സേഫ് ആക്കിയെടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി അവിടെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. ലൈഫ് ലോങ് നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നമുക്കറിയാം പല ആൾക്കാരുടെ അവസ്ഥ, അസുഖങ്ങൾ വന്ന് ജോലിക്ക് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാനം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ ലൈഫ് ലോങ് നമ്മുടെ വീട്ടിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല ഹൈ റിട്ടേൺസ് ആണ്. ഒരു ജോലിയുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഷോപ്പിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ശമ്പളം 8,000 രൂപ, അല്ലെങ്കിൽ 5,000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപ, മാക്സിമം പോയാൽ 15,000 രൂപ കിട്ടും. അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഇതേ അവസ്ഥ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു മാസം കിട്ടുന്ന വരുമാനത്തിനെ വേണമെങ്കിൽ അടുത്ത മാസം ഇരട്ടിയാക്കി മാറ്റാനും സാധിക്കും. അതിനുള്ള പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ട്രെയിനിങ് ആണ്, എല്ലാവിധ ട്രെയിനിങ്സും അവൈലബിൾ ആണ്. ഈ ബിസിനസ് ചെയ്യാനുള്ള, പഠിക്കാനുള്ള നിങ്ങൾക്ക് എല്ലാവിധ ക്ലാസ്സുകളും നമ്മൾ വിന്നിംഗ് ടീം തന്നെ ഓർഗനൈസേഷനും വെസ്റ്റീജ് എന്ന കമ്പനി നമ്മളിലേക്ക് തരുന്നുണ്ടാവും. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കമ്പനി, വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഈ കമ്പനി സ്റ്റാർട്ടായത്. 21 വർഷം കംപ്ലീറ്റ് ആയി. കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും 10 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായിരുന്നു. ഡൽഹിയിലായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഹിമാചലിലാണ് ഇതിന് മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത്. 2 ഓഫീസായിരുന്നു ഡൽഹിയിലും ബാംഗ്ലൂരും ഉള്ളത്. അതുകൂടാതെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സായിരുന്നു കമ്പനിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്തത്.
വെറും 6 ഡിസ്ട്രിബ്യൂട്ടറിൽ തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് 21 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ 450-ൽ പരം പ്രൊഡക്റ്റും ഏകദേശം 5000 ഔട്ട്ലെറ്റുകളും 5 കോടിയിലധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. വേൾഡിൽ നോക്കുകയാണെങ്കിൽ 38-ാം സ്ഥാനത്തുള്ള ലോക ഡയറക്ട് സെല്ലിങ്ങിൽ ആദ്യത്തെ 100 പ്ലേസിൽ 38-ാം സ്ഥാനത്ത് ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ കമ്പനിയായ വെസ്റ്റീജ് മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 5000 കോടി ടേൺ ഓവർ. ഇന്റർനാഷണൽ പ്രസൻസ് ആണെങ്കിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഖാന, ഐവോറി കോസ്റ്റ്, ഫിലിപ്പീൻ ഇത്രയും രാജ്യങ്ങൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇദ്ദേഹമാണ് മിസ്റ്റർ ഗൗതം പാലി. നമ്മുടെ കമ്പനി ഫൗണ്ടറാണ്. ഹൈ വിഷണറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡറാണ്. മലേഷ്യൻ കമ്പനിയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ CEO ആയിരുന്നു അദ്ദേഹം. ചെറിയ രാജ്യമായ മലേഷ്യയിൽ പോലും കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏതൊരു സാധാരണക്കാരനെയും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി വെസ്റ്റീജ് കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. കമ്പനിയിൽ ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി 2017-2018, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് വർക്കുള്ള അവാർഡ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ് 2021, 2022, 2023 TRAയുടെ അവാർഡ്. TRA എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അവാർഡാണ് TRAയുടെ കിടക്കുന്നത്. ആ TRAയുടെ അവാർഡ് വാങ്ങിച്ച ഒരു കമ്പനി കൂടിയാണ്. ലാസ്റ്റ് 2 വർഷമായിട്ട് കണ്ടിന്യൂ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. ഇതുവരെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി. അത് മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ ആരും പേടിക്കേണ്ട. നിങ്ങൾ ആരും പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പന അല്ല കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേൾക്കുക. പ്രൊഡക്റ്റ് വിൽപ്പനയല്ല. ഇത് കുറേ ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യുന്ന ബിസിനസ് അല്ല. പറയുന്ന കാര്യം കംപ്ലീറ്റ് കേട്ടതിന് ശേഷം മനസ്സിലാവാത്ത കാര്യം ചോദിച്ചാൽ മതി. ഇവിടെ സ്ക്രീനിൽ കാണാം വെസ്റ്റീജ് പ്രൈം പ്രൊഡക്റ്റാണ്. ഇത് വെസ്റ്റീജ് സപ്ലിമെൻ്റാണ്. ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ തന്നെ അവിടെ വൈറ്റമിൻ C, omega-3 ഒക്കെ അടങ്ങിയിരുന്ന ഒരുപാട് സപ്ലിമെൻ്റ് അവിടെ കാണാം. അത് പക്ഷേ സിന്തറ്റിക് ആണ്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ആണ്. ഇത് കുഞ്ഞുങ്ങൾക്കറിയാം പ്രതിരോധശേഷി കൂട്ടാനുള്ള. അതുപോലെ ചെറിയ കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു വെള്ള കലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വൈറ്റമിൻസിൻ്റെ അഭാവം മൂലമാണ്. അതുപോലെ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കുറേ കുട്ടികളുണ്ടാവും. ഈ ഒരു ഗമ്മീസ് അവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ സാധിക്കും. ഡെയിലി രാവിലെയും വൈകുന്നേരം ഓരോ ഗമ്മീസ് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പ്രതിരോധശേഷി കൂടുകയും ചെയ്യും. അത് മുതിർന്നവർക്കും കഴിക്കാം. എനർജറ്റിക് ആയി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ സി ഭക്തം ഒരു എനർജി ബൂസ്റ്റർ ഉണ്ട്. അവിടെ ക്രിൽ ഓയിൽ omega-3 അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ക്രിൽ ഫിഷ് നടക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. അതുപോലെ കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ ദഹന പ്രക്രിയ. ഇന്ന് ദഹനം കറക്റ്റ് അല്ല എങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരും. അതിന് പറ്റിയ ഒരു സപ്ലിമെൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്, പ്രതിരോധശേഷി കൂട്ടാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊറോണ വന്ന ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരായി മാറിയത്. വൈറ്റമിൻ C ഒക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ്. ഇന്ന് വീണ്ടും കൊറോണ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കൊറോണ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കാലാവസ്ഥമായി ഒരുപാട് പനി ജലദോഷം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ 5 ദിവസത്തേക്ക് ഗുളിക തരും. അത് 2ാമത്തെ ദിവസം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പനിയങ്ങ് മാറുമായിരുന്നു. ഇന്ന് ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പിട്ട് കിടത്തുകയും ചെയ്യും. നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും അവർ വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു തരുകയും ചെയ്യും. ഒരാഴ്ച 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റാതെ സ്ഥിതിയാക്കി തരുന്നുണ്ടോ. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ മെഡിക്കലിൻ്റെ അവസ്ഥ, ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോലും പോകേണ്ട ആവശ്യം വരില്ല. ഇവിടെ പ്രതിരോധശേഷി കൂട്ടാൻ സാധിക്കുന്ന വൈറ്റമിൻസിൻ്റെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് നെല്ലിക്കയുടെ ആംലയുണ്ട്. ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പനി ജലദോഷം തുമ്മലൊന്നും പ്രത്യേകമൊന്നും വരില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ അവർ ആ പനിയും ജലദോഷമായിട്ട് വീട്ടിലേക്ക് വരും. വീട്ടിലുള്ള എല്ലാവർക്കും പനിയും ജലദോഷം വരും. ഹോസ്പിറ്റലിൽ കയറി നിരങ്ങാനേ സമയം ഉണ്ടാവും. ഈ ആംല എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ ഒന്ന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി അവർക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. ഇനി സപ്പോസ് നിങ്ങൾക്ക് വീട്ടിലൊരാൾക്ക് പനി വരുന്നുണ്ട്, ബോഡി പെയിനൊക്കെ പോകുന്നു, തൊണ്ടയ്ക്ക് ഒരു കരകരപ്പ് തോന്നുവാണെങ്കിൽ ഈ ആംല 3 നേരം 2 ആംല വെച്ച് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ പനി അങ്ങ് പോയിട്ടുണ്ടാവും. എത്ര നല്ല ഹെവി ആയിട്ട് നിങ്ങൾക്ക് പനി വരുന്നുണ്ടെങ്കിലും ആംല കഴിക്കുക. 2 എണ്ണം വെച്ച് 3 നേരം ഒരു 2-3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിസിനും കഫ് സിറപ്പും ആൻറ്റിബയോട്ടിക്കും കഴിക്കാതെ നിങ്ങൾ പനി മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തുളസിയിലുള്ള ഡ്രോപ്സ് ഉണ്ട്. 5 തരം തുളസിയിലുള്ള ഡ്രോപ്സ് ഉണ്ട്. അത്
കഫക്കെട്ടിനും അതുപോലെ തുമ്മലിനും ജലദോഷത്തിനും വയറുവേദനയ്ക്കും പീരീഡ്സ് സമയത്ത് വരുന്ന വയറുവേദനയ്ക്കൊക്കെ നല്ല റിസൾട്ട് ചെയ്യുന്ന തുളസി ഡ്രോപ്സാണ്. ഈ ആംലയും തുളസി ഡ്രോപ്സും കഴിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ പനി ജലദോഷം നിങ്ങൾക്ക് ആർക്കും അതിന് വരാൻ സാധിക്കില്ല. അത്രയും വണ്ടർഫുൾ റിസൾട്ട് ചെയ്യുന്ന സപ്ലിമെൻ്റാണ്. അലോവേരൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും കറ്റാർ വാഴ എത്രത്തോളം ഒരു ഗുണമുള്ള സാധനമാണ് നമുക്കറിയാം. അതും പ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുന്ന, വയറൊക്കെ നല്ല കൂളിംഗ് ആക്കി മാറ്റാൻ സാധിക്കുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ കൊളസ്ട്രോൾ, പശു പ്രസവിച്ചാലുണ്ടാകുന്ന ആദ്യത്തെ 6 മണിക്കൂറിൽ ഒരു മഞ്ഞപ്പാലുണ്ടാവും. കിടാവിന് കൊടുക്കുന്ന പാല, മഞ്ഞപ്പാൽ, അതിൽ നിന്നുണ്ടാക്കിയ ഒരു സപ്ലിമെൻ്റാണ്. ഇന്ന് മാസം തികയാതെ പ്രസവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് എന്നും അസുഖങ്ങളായിരിക്കും. പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, എന്നും കുഞ്ഞിന് അസുഖമാണ്, പനിയാണ്, ജലദോഷമാണ്, കഫക്കെട്ടാണ്, ഹോസ്പിറ്റലിൽ തന്നെയാണ്, അഡ്മിറ്റാണ്, പൈസ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൊളസ്ട്രോൾ കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് പാൽപ്പൊടി പോലത്തെ സാധനമാണ്, അത് കുട്ടികൾക്ക് കൊടുക്കുക, സ്ഥിരമായിട്ട് കൊടുക്കുക. അത് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കൊളസ്ട്രോൾ കേട്ടോ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കുറേ അമ്മമാരുണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് എന്നും പനിയാണ്, ജലദോഷമാണ് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം, ഹൈ ഇമ്മ്യൂണിറ്റിയാണ്. അതോടൊപ്പം നോനി, ഇത് നമുക്കറിയാം, പല ആൾക്കാർക്ക് അറിയാം, നമ്മുടെ പറമ്പിലൊക്കെ കാണാൻ പറ്റും ഒരു കാക്കപ്പഴം എന്ന് പറഞ്ഞൊരു സാധനമാണ്. വല്ലാത്തൊരു സ്മെല്ലാണ്, വീണ് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റും, അത്രയ്ക്കും ഒരു വല്ലാതെ എലി ചത്ത് കിടക്കുന്ന സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ജ്യൂസ് സിനിമാ താരങ്ങളൊക്കെ കുടിക്കുന്നതാണ്. നല്ല എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായി ഗ്ലാമറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എല്ലാ പോഷകങ്ങളും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ സപ്ലിമെൻ്റാണ്. എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ ഈ നോനി കഴിക്കുക. അതോടൊപ്പം രാത്രിയത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ നോനി സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ വണ്ടർഫുൾ റിസൾട്ടായിരിക്കും നിങ്ങൾ ആരോഗ്യത്തിൽ ലഭിക്കുന്നുണ്ടാവും. അതോടൊപ്പം സ്പിരുലിന, ഇതൊരു ആൽഗയാണ്, കടലുപ്പായലാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന എല്ലാ ആൾക്കാരും റെഗുലറായിട്ട് ഇതൊന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പോലും നിങ്ങളുടെ എനർജി പോയിട്ടുണ്ടാവില്ല, ഫുൾ എനർജറ്റിക് ആയിരിക്കും. ഇന്ന് പല ആൾക്കാരും, പല ലേഡീസും അല്ലെങ്കിൽ ജെൻസും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ആകെ അവശനായി ടയേർഡായി വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആ ക്ഷീണം മാറില്ല, വന്ന പാട് അതുപോലെ കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഈ സ്പിരുലിന കഴിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ യാതൊരുവിധ ക്ഷീണവും നിങ്ങൾക്ക് തോന്നില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് കഴിക്കാതിരിക്കുക, കാരണം വളരെ എനർജറ്റിക് ആയിരിക്കും നമ്മളതിൽ. ഈ സ്പിരുലിന വളരെ വണ്ടർഫുൾ. നാസയിലൊക്കെ പോകുന്ന ബഹിരാകാശ യാത്രകൾക്ക് ഈ ഒരു സ്പിരുലിന ഭക്ഷണത്തിന് പകരം ഇതാണ് കഴിക്കുക. സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഈ പ്ലാറ്റ്ഫോമിലുള്ള 80ഓളം ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും സ്പിരുലിന ഉപയോഗിക്കുക. ഞാനിത് പറയാൻ കാരണം എൻ്റെ വൈഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം പറഞ്ഞ് വന്ന് കിടക്കുന്നത്, അടുക്കള പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഒരു കുറച്ച് കട്ടിൽ മേൽ കിടത്തുകൊണ്ട് ക്ഷീണം മാറാൻ വേണ്ടി ഈ സ്പിരുലിന കഴിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അത് കഴിച്ച ഒരു 20 മിനിറ്റ് പോലും വേണ്ട, അവർ ഉഷാറായിട്ട് അവരെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇത് കഴിക്കുക സ്പിരുലിന. പ്രത്യേകിച്ച് ലേഡീസ്, ജെൻസ്, ജോലിക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കാതിട്ടോ. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പേടിയാണല്ലേ. എന്തെങ്കിലും ചെറിയൊരു വേദന ചെസ്റ്റിന് വരുന്ന സമയത്ത് അയ്യോ ഹാർട്ട് അറ്റാക്ക് ആകുന്ന പേടിയായിരിക്കും. ഇന്ന് സൈലൻ്റ് അറ്റാക്ക് നടന്നു പോകുന്ന സമയത്ത് ആൾക്കാർ കുഴഞ്ഞു വീണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചിലപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, ഇന്നിപ്പോൾ ഹാർട്ടിന് സർജറി പറഞ്ഞ് ബ്ലോക്ക് ഉണ്ടെന്ന് സർജറി പറഞ്ഞ ആൾക്കാർക്ക് പോലും ഈ ഫ്ലാക്സ് ഓയിൽ കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങളെ അച്ഛനമ്മമാരെ സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും പാരൻസിന് കൊടുക്കുക. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ എല്ലാ ആൾക്കാരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം കേട്ടോ. 30 വയസ്സ് വേണ്ട, ഇന്ന് ഹാർട്ട് അറ്റാക്ക് ചെറിയ കുട്ടികൾക്ക് പോലും വരുന്നു. ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഷാർജയിൽ ഒരു ചെറിയ കുഞ്ഞ്, സ്കൂളിൽ പോകുന്ന കുഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. സൈലൻ്റ് അറ്റാക്കാണ്, ചെറിയ കുഞ്ഞിനാണ് കേട്ടോ, 2ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിനാണ്. ഇവിടെ ഈ കോൺസെമി ക്യൂട്ട് എന്ന് പറഞ്ഞ സപ്ലിമെൻറ്റ് അത് റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ സൈലൻ്റ് അറ്റാക്ക് വരില്ല. അതുപോലെ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ രക്തധമനികൾക്കുള്ള ബ്ലോക്കിനെ അലിയിച്ച് കളയാൻ സാധിക്കുന്ന, തെർമോകോൾ വരെ അലിയിച്ച് കളയുന്ന സാധനമാണ് ഈ ഫ്ലാക്സ് ഓയിൽ. ചണവിത്തിൽ നിൽക്കുന്ന സപ്ലിമെൻ്റാണ്. റെഗുലറായിട്ട് രാവിലെയും വൈകുന്നേരം ഒരു സപ്ലിമെൻറ്റ് കഴിക്കുക, വേറെ ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 3 നേരം ഈ ഫ്ലാക്സ് ഓയിലും ഈ Q10ഉം അതുപോലെ എല്ലാർജിനും കഴിക്കുക. എല്ലാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു നോബൽ സമ്മാനം ലഭിച്ച പ്രൊഡക്റ്റാണ്. ആ ഒരു പാക്കറ്റ് കണ്ടോ, സ്ലാഷ് കണ്ടോ, അത് 200 ml വെള്ളത്തിൽ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിടുക, ഒന്ന് ഇളക്കിയിട്ട് കുടിക്കുക രാവിലെ. എല്ലാവർക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, അമിതവണ്ണം. ഇന്ന് പച്ചവെള്ളം കുടിച്ചാൽ പോലും വെയിറ്റ് കൂടുന്ന ആൾക്കാരെ കണ്ടു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, ഒരു അര ചപ്പാത്തി പോലും കഴിച്ചാൽ അവൻ്റെ വെയിറ്റ് കൂടും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്. ഇവിടെ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, ഇത് ഒരുപാട് ആൾക്കാർക്ക് അമിതവണ്ണമുള്ള പ്രശ്നം കണ്ടിട്ടുണ്ടാവും. അമിതവണ്ണം വരുന്ന സമയത്ത് മുട്ടുവേദന, നടുവേദന, ഇത് മാറൂല ഒരിക്കലും. മുട്ടുവേദന നടുവേദനയും വന്ന് നമ്മൾ വണ്ണം കൂടുതലാണെന്ന് വെച്ചാൽ എത്ര മരുന്നുകൾ കഴിച്ചാൽ അത് മാറില്ല. മുട്ടുവേദനയും നടുവേദനയും സ്ഥിരമായിട്ടുള്ള ആൾക്കാർ അവരുടെ വെയിറ്റ് നോക്കുക. വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കണം.
ഇവിടെ വി സ്ലിമിൻ്റെ കാറ്റഗറി ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. വി സ്ലിം ഷേക്ക്, മാംഗോ, വാനില, പല പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഈ വി സ്ലിം ഷേക്കിൻ്റെ ഒരു ബോട്ടിലും വി സ്ലിം ടീയും വി സ്ലിം ക്യാപ്സൂളും നമ്മൾ ഒരു ബോട്ടിൽ ഒരു മാസത്തേക്കുള്ളതാണ്. ഇത് മൂന്നും ഒരു മാസം കഴിക്കുകയാണെങ്കിൽ ഒരു 7 കിലോയുടെ വ്യത്യാസം തരാൻ സാധിക്കും. കുറച്ചും കൂടെ കണ്ടിന്യൂ അത് ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ നല്ല സ്ലിമ്മായിട്ട് സുന്ദരനും സുന്ദരിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ. അതോടൊപ്പം ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ, സോയാബീൻ എടുത്തൊരു പൗഡറാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ പൗഡർ സോയാബീൻ്റെതാണ്. നമ്മൾ ജിമ്മുകാർ കഴിക്കുന്ന ആ പ്രോട്ടീൻ പൗഡർ അല്ല കേട്ടോ. ഇത് കുട്ടികൾക്കടക്കം കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം, ഒരു വ്യക്തിയുടെ വെയിറ്റ് എത്രയാണോ, 80 കിലോ വെയിറ്റുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് 80 ഗ്രാം പ്രോട്ടീൻസ് ശരീരത്തിന് ഡെയിലി ആവശ്യമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്രയും ഗ്രാം പ്രോട്ടീൻസ് ലഭിക്കത്തില്ല. ഒരു 10 മുട്ടയും 10 ഏത്തപ്പഴവും ചിക്കനും മട്ടനും ബീഫും ഡെയിലി കഴിക്കുന്ന എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഡെയിലി കഴിക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ശരീരത്തിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസിൻ്റെ അഭാവം ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഹോർമോൺ പ്രോബ്ലം വരെ വരാറുണ്ട്, പീരീഡ്സ് വരെ കറക്റ്റായി വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ സോയാബീൻ പ്രോട്ടീൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ പ്രോട്ടീൻ പൗഡർ രാവിലെയും ഒരു സ്പൂൺ പ്രോട്ടീൻ പൗഡർ രാത്രിയും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീൻസും ശരീരത്തിന് കിട്ടുന്നുണ്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പലവിധ അസുഖങ്ങൾ മാറിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഭക്ഷണം ഇച്ചിരി കഴിച്ച് കുറച്ചാലും കുഴപ്പമില്ല, ഈ പ്രോട്ടീൻ പൗഡർ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടോ. ഗ്ലിസമിക് ഹെൽത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഷുഗർ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു വ്യക്തി ഷുഗറിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങി, മെഡിസിൻ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഷുഗർ പേഷ്യൻസിനെ ചോദിക്കുക, എത്ര വർഷമായി സുഹൃത്തെ നിങ്ങൾ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു 10 വർഷമോ 15 വർഷമോ 20 വർഷമായിട്ടൊക്കെ ഷുഗറിന് ഗുളിക കഴിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാട്ടിൽ? അവർ ആജീവനാന്ത മരുന്നായിട്ട് കാണുകയാണ് ഷുഗറിൻ്റെ ഗുളിക. വെറും 360 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ നീമിൻ്റെ ആര്യവേപ്പിൻ്റെ ഈ സപ്ലിമെൻറ്റ് നാച്ചുറൽ ആണ്. എല്ലാവർക്കും, ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റാണ്. 360 രൂപയുള്ളൂ ഈ സപ്ലിമെൻറ്റ്. നിങ്ങൾ ഷുഗർ നല്ല ബോർഡർ ലെവലൊക്കെ ആണെങ്കിൽ 400, 380, 350 മേലേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഗ്ലൂക്കോ ഹെൽത്തും കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ലെവലിലേക്ക് എത്തിക്കാനും ഡോക്ടർമാർ തരുന്ന മെഡിസിൻ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കുന്നുണ്ടോ. ഇന്ന് പല ആൾക്കാർക്കും ഷുഗർ വന്ന് എന്തൊക്കെ കാല് മുറിക്കലും വിരൽ മുറിക്കലും പലവിധ പ്രോബ്ലംസും വരുന്ന കണ്ടിട്ടുണ്ടോ. ഈ 2 പ്രൊഡക്റ്റും നീമും ഗ്ലൂക്കോ ഹെൽത്ത് ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ഉപയോഗിക്കുക, അതിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്താൽ മതി. ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളും രോഗികൾ അന്വേഷിച്ച് നടന്ന് കൊടുക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർ കൊടുക്കാൻ താല്പര്യം, കഴിക്കാനുള്ള ആൾക്കാർ താല്പര്യത്തോടെ കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ഒരിക്കലും ഇത് മെഡിസിൻ അല്ല, ഇത് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ്. വിശാലം ഒന്ന് കൈമാറ്റാവോ? ഓക്കെ, താങ്ക് യു. ഇവിടെ ജോയിൻറ്റ് ആൻഡ് ബോൺ ഹെൽത്ത്, മുട്ടുവേദന. നമുക്ക് പല ആൾക്കാർക്കും ഒരു ഇച്ചിരി പ്രായമാകുമ്പോൾ 30-35 വയസ്സാകുമ്പോൾ മുട്ടുവേദന തുടങ്ങും. പ്രത്യേകിച്ച് ലേഡീസൊക്കെ അടുക്കള പണി ഫുൾ ടൈം നിന്നിട്ടുള്ള പണിയായിരിക്കും. അത് കഴിഞ്ഞാൽ അലക്കും കാര്യങ്ങളുണ്ടാകും, കുട്ടികൾ ഓട്ടവും ചാട്ടമായിരിക്കും ലേഡീസിനൊക്കെ. കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ മുട്ടുവേദന തുടങ്ങുന്നുണ്ടാവും. അതുപോലെ നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ മുട്ടുവേദനയും നടുവേദനയും ഒരുപാട് ജോയിൻറ്റ് പ്രോബ്ലം വരാറുണ്ട്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൈക്ക് ഷോൾഡർ വേദന വരാറുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ജോയിൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ 2 എല്ലുകൾക്ക്, ഈ കാൽമുട്ടിൻ്റെ കൈമുട്ടിൻ്റെയൊക്കെ ജോയിൻറ്റിൽ, ഈ ജോയിൻറ്റുകൾക്ക് ഇടയിൽ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. ആ സൈനോവിൽ ഫ്ലൂയിഡ് ഡ്രൈ ആവുന്ന സമയത്താണ്, അത് ഈ എല്ലുകൾ തമ്മിൽ ഒരയുമ്പോഴാണ് നമുക്ക് ആ വേദന വരുന്നത്. നമ്മളെന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കും, അവർ നമുക്ക് പെയിൻ കില്ലർ തരും, നമ്മളത് കഴിക്കും, വീണ്ടും വേദന വരും. ആ പെയിൻ കില്ലറിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും വേദന വരുമ്പോൾ നമ്മൾ വീണ്ടും കാണിക്കും. ഒരു 5 പ്രാവശ്യം ഡോക്ടർമാർ ഈ മരുന്ന് തന്നുകൊണ്ടിരിക്കും, ഒരു ഓയിൽമെൻറ്റ് തരും. കുറേ കഴിയുമ്പോൾ ഡോക്ടർ ലാസ്റ്റ് ഒരു വാക്ക് പറയും, ഇനി ഒരു രക്ഷയില്ല സുഹൃത്തെ, സർജറി ചെയ്തേ പറ്റുന്നത്. നമ്മളപ്പോൾ പോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് മുട്ടിൻ്റെ സർജറിയും കഴിഞ്ഞ് 2-3 മാസം റെസ്റ്റ് ആയിരിക്കും. മുട്ടിൻ്റെ സർജറി വേണ്ടി പണിക്കും പോകാൻ പറ്റില്ല, പിന്നെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകും, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, നടക്കാൻ വയ്യ, ബസ്സിൽ കയറാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത മുട്ട് തുടങ്ങില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ഗ്ലൂക്കോസമിൻ കഴിക്കുകയാണെങ്കിൽ മുട്ടുവേദന മാറ്റാൻ സാധിക്കും. അതിൻ്റെ കൂടെ എല്ലുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം, മാഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം ഉണ്ട്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലത്തെ കാൽസ്യം അല്ല, മാഗ്നീഷ്യം അടങ്ങിയ കാൽസ്യമാണ്. അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടൊരു കാൽസ്യമാണ്. അതോടൊപ്പം കൊലാജൻ പല ആൾക്കാർക്കും അറിയാം. ഈ 3 സപ്ലിമെൻറ്റിൻ്റെ കൂടെ CMD എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ്, മിനറൽസിൻ്റെ അഭാവം മൂലം നമുക്ക് ഈ ജോയിൻറ്റ് വേദന വരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ CMDയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചിലപ്പോൾ മുട്ടുവേദന, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് മുട്ടുവേദന വരുന്നുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് അതും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇത്
എല്ലാവരും പല ആൾക്കാർക്കും ആവശ്യമുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. വളരെ വണ്ടർഫുൾ റിസൾട്ട്, അപാരമായ റിസൾട്ടാണ് ഇതിൽ തരിക. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മുട്ടുവേദന ഉണ്ടെങ്കിൽ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ എഴുന്നേറ്റ് നടത്തിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ഇത്. അടുത്ത ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷനിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം പലവിധ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഗാനഡോർമ റെഡ് മഷ്റൂം ഉണ്ട്. ഈ ഒരു ഗാനഡോർമയും അതിൻ്റെ കൂടെ നേരത്തെ ഞാൻ പറഞ്ഞ ഹാർട്ടിന് വേണ്ടി പറഞ്ഞ ആ ഫ്ലാക്സ് ഓയിൽ, ആ ഗാനഡോർമയും ഫ്ലാക്സ് ഓയിലും ഉപയോഗിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ, തലവേദന, ഒരുപാട് ആൾക്കാർക്ക്, സ്ത്രീകൾക്കൊക്കെ ഒന്ന് വെയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തലവേദന വരുന്ന ഒരുപാട് ലേഡീസിന് ഞാൻ കണ്ടിട്ടുണ്ട്, ജെൻസിനുണ്ട്. ഈ ഗാനഡോർമയും അതിനോടൊപ്പം ഫ്ലാക്സ് ഓയിലും റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ ആ തലവേദനയ്ക്ക് ഒരു മാറ്റം കിട്ടും. ഇതിൻ്റെ കൂടെ ആ ഫുഡ് പാച്ചസും അതുപോലെ വൈറ്റൽ കോംപ്ലക്സ് എന്ന് വേറെ സപ്ലിമെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വെരിക്കോസ് വന്നിരിക്കുന്ന ആൾക്കാർക്ക്, വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ നരമ്പ് പൊട്ടിയും അതുപോലെ കുളമായിട്ടുണ്ടാവും ചില ആൾക്കാർ കാലുകൾക്ക്. അതിന് വളരെ നല്ല റിസൾട്ട് തരുന്ന, ഒരു 1.5 മാസം കൊണ്ട് നല്ല റിസൾട്ട് തരുന്ന, വെരിക്കോസ് മാറ്റിയെടുക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെയാണ് അത്. അതുപോലെ ഫൈബർ, മലബന്ധം, പൈൽസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മളിന്ന് കഴിക്കാറില്ല, അതിന് പറ്റിയ ഫൈബർ അവൈലബിൾ ആണ്. അതുപോലെ മെലാട്ടൻ സ്പ്രേ ഉണ്ട്, സബ്ലിംഗൽ സ്പ്രേ ആണത്. നമ്മൾ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക്, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക്, ജോലിയുള്ള പ്രശ്നം കാരണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം കാരണം കിടന്നാൽ ഉറക്കം വരില്ല ആൾക്കാർക്ക്, രാത്രി വന്ന് കിടന്നു കഴിഞ്ഞാൽ 1, 2, 3, 4 മണിക്കൂർ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം രാവിലെ എഴുന്നേക്കേണ്ട സമയമാകുമ്പോൾ ആയിരിക്കും ഉറക്കം വരിക. അപ്പോഴേക്കും ജോലിക്ക് പോകേണ്ട സമയമാവും. ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ പലവിധ അസുഖങ്ങളും വരും. സുഹൃത്തുക്കളെ, മെലാട്ടൻ സബ്ലിംഗൽ സ്പ്രേ ഉണ്ട്. ഇന്ന് നമ്മുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് കറക്റ്റായിട്ട് ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുന്നേ വായിലോട്ട് അടിച്ചു കൊടുക്കുക, നാക്കിനടിയിലോട്ട് അടിച്ചു കൊടുക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ല, സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഐ സപ്പോർട്ട് കണ്ണിൻ്റെ സംരക്ഷണത്തിനാണ്. ഇന്ന് മൊബൈലിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം മൂലം ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അമ്മമാർ എന്താണ് നോക്കുക, മൊബൈൽ എടുത്ത് കൊടുക്കുകയാണ്. അവർ കരഞ്ഞാൽ അപ്പം തന്നെ മൊബൈൽ കൊടുക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പം മൊബൈൽ കൊടുക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊടുക്കേണ്ട, അവർ വിഷമം വന്ന് ചോദിച്ചോളും. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കണ്ണട വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. 5 വയസ്സിലെ കുട്ടികൾ വരെ ഇപ്പോൾ കണ്ണട വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇന്ന് പല സ്ത്രീകളും ജെൻസും ആയിക്കോട്ടെ മൊബൈലിൻ്റെ ഉപയോഗം കൂടുതലാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു, കണ്ണട വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഈ ഐ സപ്പോർട്ട് റെഗുലർ ഉപയോഗിക്കുക. അതുപോലെ കുർക്കുമിൻ പ്ലസ് ക്യാൻസർ കോശങ്ങൾ വരെ നശിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റാണ് കുർക്കുമിൻ. അതിൽ ഈ ഒരു സാധനം നമ്മൾ വെരിക്കോസ് വന്നാൽ കാല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കുർക്കുമിൻ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. വളരെ വണ്ടർഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. അടുത്തത്, ഇത് ലേഡീസ് എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ജെൻസിന് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അനീമിക് ആയിട്ടുള്ള ലേഡീസ്, രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ, അവർക്ക് ഈ അയൺ ഫോളിക് ഉപയോഗിക്കാം. വളരെ വണ്ടർഫുൾ റിസൾട്ട്. 240 രൂപയുള്ളൂ. നിങ്ങൾ ആർക്കും അനീമിക് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ഈ ഒരു സപ്ലിമെൻറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ സാധിക്കുന്നുണ്ടോ. അതുപോലെ ശതാവരി മാക്സ്, പീരീഡ്സ് കറക്റ്റ് അല്ലാതെ ഒരുപാട് ആൾക്കാർ, ബ്ലീഡിങ് ഒക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഹോർമോൺ ഇൻബാലൻസ് ഒരുപാട് ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഈ ശതാവരി ഉപയോഗിക്കുക പീരീഡ്സ് കറക്റ്റ് ആക്കാനും അതുപോലെ ഹോർമോൺ ഇൻബാലൻസ് കറക്റ്റ് ആക്കാനും. അതുപോലെ ഗർഭാശയ മുഴ പോലെയുള്ള അസുഖങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇന്ന് നാട്ടിൽ ഫാഷൻ പോലെയാണ് ആൾക്കാർ. മിക്ക സ്ത്രീകളും പറഞ്ഞത് വയറ്റിലൊരു മുഴ വരുന്നു, പിന്നെ അത് കാണിക്കുന്നു, പിന്നെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ശതാവരി എല്ലാ സ്ത്രീകളും, പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ്. അതുപോലെ ക്രാൻബെറി, യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ ഉള്ള ആൾക്കാർക്ക്. ഇന്ന് നമുക്കറിയാം പല ആൾക്കാരും, ലേഡീസൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ജെൻസ് ആയാലും പുറത്ത് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലും അല്ല മറ്റുള്ള സ്ഥലം, ഹോസ്പിറ്റലൊക്കെ ബാത്റൂം, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ, UTI പ്രോബ്ലം വരും. അതുപോലെ മൂത്രം ഒഴിക്കാതെ പിടിച്ചു നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവും, അവർക്കൊക്കെ UTIയുടെ പ്രോബ്ലം വരാനുണ്ടാവും. അതിന് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ക്രാൻബെറി. ഒരൊറ്റ ബോട്ടിലിൻ്റെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ലഭിക്കും. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ക്രാൻബെറി. അതുപോലെ ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, ആ പേര് പോലെ മുടി സംരക്ഷണത്തിനും സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും അതുപോലെ നഖത്തിൻ്റെ സംരക്ഷണത്തിനും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സപ്ലിമെൻ്റാണ്. ഈ സ്കിന്നിന് പലവിധം ഡ്രൈ സ്കിന്നും പല പ്രോബ്ലംസുള്ള ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഈ സപ്ലിമെൻറ്റ് ബെസ്റ്റാണ്. മുടി കൊഴിച്ചിൽ, നല്ലവണ്ണം മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവും, ചിലപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടാവും. അങ്ങനെ പ്രോട്ടീൻ പൗഡറും വൈറ്റമിൻ ഡിയും കൊടുക്കാം. അല്ലെങ്കിൽ ഹെയർ, സ്കിൻ, നെയിൽ സപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ഞാൻ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നില്ല, എനിക്ക് ഇടയ്ക്കൊരു സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് സബ്ലിംഗൽ സ്പ്രേ. വൈറ്റമിൻ്റെ അഭാവം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, മൾട്ടി വിറ്റാമിൻ, വൈറ്റമിൻ C ഒക്കെ നമുക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് വൈറ്റമിൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി സബ്ലിംഗൽ സ്പ്രേ അല്ലെങ്കിൽ വൈറ്റമിൻ ഏത് സ്പ്രേ ആയാലും നമുക്ക് എന്ത് പ്രോബ്ലമാണുള്ളത് അതിന് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു നാക്കിനടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു സ്പ്രേ രാവിലെ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡിലാണ് നിങ്ങളുടെ വൈറ്റമിൻസിൻ്റെ പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിന്
എന്താ പറയുക വെച്ചാൽ നമുക്കറിയാം, ഒരാൾ നമ്മൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ, ഇന്ന് പല ആൾക്കാരും കണ്ടിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്ന വന്നിട്ടുണ്ടോ അല്ലേ? ഒന്ന് വണ്ടി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആൾ ബാക്കിയാവില്ല. ഈ ഒരു സബ്ലിംഗൽ സ്പ്രേ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വായിലോട്ട് ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നടക്കും. എനിക്ക് അനുഭവമുള്ള കേട്ടോ. വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, വൈറ്റമിൻ B12 ആയിക്കോട്ടെ, അതുപോലെ വൈറ്റമിൻ സി ഒക്കെ, കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടാവും. ഈ വൈറ്റമിൻ സി ലാസ്റ്റ് കാണുന്ന ആ ഒരു സ്പ്രേ, മഞ്ഞ കളർ പോലത്തെ കാണുന്ന ആ സ്പ്രേ, അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ മൾട്ടി വിറ്റാമിൻസ്. ഇത് 100% ആയുർവേദിക് ആയിട്ട് ആയിഷാന്തര പ്രൊഡക്റ്റാണ്. റെസ്പോ കെയർ എന്നൊരു സപ്ലിമെൻ്റ് ഉണ്ട്. എന്നെ ഈ ബിസിനസ് ഇത്രയും അട്രാക്ഷൻ ചെയ്ത സപ്ലിമെൻ്റ് ആണ്. എനിക്ക് ചെസ്റ്റിൽ കഫം ഡ്രൈ ആയിട്ട് എന്നും ചുമയും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാവും കഫം ചെസ്റ്റിൽ ഡ്രൈ ആവും, അത് വരൂല, പുറത്തോട്ട് കഫം വരൂല. എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാലും, മരുന്ന് കഴിച്ചാലും, കഫ് സിറപ്പ് കഴിച്ചാലും ആ കഫം പോവില്ല. ചുമയുണ്ടാവും, കഫം പുറത്തോട്ട് വരുന്നുണ്ടാവില്ല. ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം റെസ്പോ കെയർ. ശ്വാസകോശത്തിലൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഈ റെസ്പോ കെയർ ഉപയോഗിക്കാം. കഫക്കെട്ടും ജലദോഷം തുമ്മലൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റും. ആസ്മ പോലുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റും. റെസ്പോ കെയർ എന്ന സപ്ലിമെൻറ്റ് എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ്. അതുപോലെ കിഡ്നി ഹെൽത്ത് ആൻഡ് ലിവർ ഹെൽത്ത്. ഇന്ന് കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർക്കും അതുപോലെ കിഡ്നി പ്രോബ്ലം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത് ഒഴിവാക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള കിഡ്നി ഹെൽത്ത് നമ്മളുടെ ലിവർ ഹെൽത്ത്. ലിവർ സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിവർ ഹെൽത്ത് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ വൈറ്റൽ കോംപ്ലക്സ്, കണ്ണിൻ്റെ സംരക്ഷണത്തിന് വൈറ്റൽ കോംപ്ലക്സ് ഉണ്ട്. ടോക്സ് ക്ലീൻ. നമ്മളൊരു റൂമിനകത്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, ഡെയിലി നമ്മൾ തൂത്തുവാരുന്ന ആൾക്കാരായിരിക്കില്ല, ഒരാഴ്ച നമ്മൾ വീട്ടിനകം തൂത്ത് വാരിയിട്ടില്ലെങ്കിൽ ആ റൂമിനകം എത്ര വൃത്തിയോടായിട്ടുള്ള അതേപോലെയാണ് നമ്മുടെ ശരീരത്തിനകത്തും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇതെല്ലാം സൈഡിലൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടോ, പിന്നീട് അത് എന്തെല്ലോ മുഴകളും കലകളും പല പ്രശ്നങ്ങളായി മാറുന്നുണ്ടോ. ഇവിടെ ടോക്സ് ക്ലീൻ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്. അടിപൊളി റിസൾട്ട് ചെയ്യുന്ന സപ്ലിമെൻറ്റാണ്. 100% ആയുർവേദിക്കാണ്. അതുപോലെ പോസ്റ്റേറ്റ് കെയർ എന്ന് വെച്ചാൽ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. ഇങ്ങനെ നിരവധി ആയുർവേദിക് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അടുത്തത് ഹെൽത്ത് ഫുഡിലേക്ക് പോവുകയാണെങ്കിൽ കുക്കിംഗ് ഓയിൽ. എനിക്ക് ഏറ്റവും പറയാൻ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കുക്കിംഗ് ഓയിൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില ഹെലികോപ്റ്ററിനേക്കാളും സ്പീഡിലാണ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മഴയാണ്. വേനൽക്കാലത്ത് പോലും മഴക്കാലമാണിപ്പോൾ. മഴ നല്ല തുരിത പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊപ്ര പോലും ഉണക്കാൻ സാധിക്കാതെ വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന വെളിച്ചെണ്ണയിൽ മാരകമായ വിഷം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വില കൂടുതൽ വെളിച്ചെണ്ണ കൂടിക്കൊണ്ടിരിക്കുന്നത്. തവിടെണ്ണ, omega-3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ. ഒരൊറ്റ ബോട്ടിലിൻ്റെ ഉപയോഗത്തിലൂടെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തവിടെണ്ണ അവൈലബിൾ ആണ്. വെളിച്ചെണ്ണയെക്കാളും വിലക്കുറവിൽ തവിടെണ്ണ ഉപയോഗിക്കാം. അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള തവിടെണ്ണ. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന തവിടെണ്ണ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ പല ആൾക്കാരും വില കുറഞ്ഞിട്ട് തവിടെണ്ണ എവിടെയോ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, ആ തവിടെണ്ണ ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും. നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവരെ കുക്കിംഗ് ഓയിൽ മാറ്റിയിട്ടുണ്ടാവും. അത്രക്കും ബെസ്റ്റ് തവിടാണ്. ഞാൻ ഈ പറയുമ്പോൾ ഇത്രയും എനർജറ്റിക് ആവുന്നത് ആ ഓയിലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വെളിച്ചെണ്ണ ആ കുക്കിംഗ് ഓയിൽ ഒന്ന് മാറ്റുക. എന്നിട്ട് ഈ ഒരു തവിടെണ്ണ ഉപയോഗിച്ച് നോക്കുക. വെളിച്ചെണ്ണയെക്കാളും പൈസ കുറവാണ്. അതോടൊപ്പം ചായപ്പൊടി, കോഫി പൊടി, മസാല, ടീ അടക്കം ഇതിനകത്തുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ചായ കേട്ടോ. അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ പരസ്യത്തിൽ പറഞ്ഞ ആ ചായപ്പൊടി അല്ല ഇത്. ഒറിജിനൽ ചായൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഇതൊന്ന് കുടിച്ച് നോക്കണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റുകളാണ്. ഇഡ്ഡലി, ദോശ, പുട്ട്, വെള്ളപ്പം, പച്ചരിയുടെ സാധനം കഴിച്ചാൽ വയറ് നിറക്കാം, വിശപ്പ് മാറ്റാം. വേറെ ഒരു ഗുണം അതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു ഗുണമുള്ള സാധനം എടുത്തില്ല പച്ചരിയിലൊന്നും, കാർബോഹൈഡ്രേറ്റ്സ് മാത്രം. ഇവിടെ ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റുകളാണ്. എല്ലാ ദിവസവും അത് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ വളരെ വണ്ടർഫുൾ. നിങ്ങൾ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീൻസും അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ചോക്ലേറ്റ് ബാറുകൾ, മഞ്ചും കിറ്റ്കാറ്റൊക്കെ നമ്മൾ സ്നേഹത്തോടെ അച്ഛനമ്മമാർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അച്ഛച്ചന്മാർ, മാമമാരൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഇതുപോലെ മഞ്ച് പോലത്തെ അവരെ സന്തോഷിപ്പിക്കാണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ഒരു പ്രയോജനമില്ല. വെറുതെ ചിരിക്കാനും സന്തോഷിക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രോട്ടീൻ ബാർ അവൈലബിൾ ആണ്. വെസ്റ്റീജ് കമ്പനിയിൽ അടിപൊളിയായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ ബാറുകൾ അവൈലബിൾ ആണ്. കുട്ടികൾക്കത് കഴിച്ചാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിന്. 50 രൂപേൻ്റെ വിലയുള്ളൂ. നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ. വളരെ ടേസ്റ്റാണ്. അതോടൊപ്പം ഫ്രഷ്നപ്പ് ഡ്രിങ്കും നമ്മൾ ഇപ്പം ടാങ്കും രസനയൊക്കെ കലക്കി കൊടുക്കാറില്ല, അതിന് പകരം കൊടുക്കാൻ പറ്റുന്ന ഫ്രഷ്നപ്പ് ഡ്രിങ്കാണ്. ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക് കേട്ടോ. ഇത് വാട്ടർ പ്യൂരിഫയർ, ശുദ്ധമായ വെള്ളം. ഇന്ന് നമുക്കറിയാം വീടുകൾ അടുത്തടുത്ത് ഒരു പറമ്പിൽ തന്നെ 3-4 വീടുകളായിരിക്കും. ഒരു കിണറിൻ്റെ അടുത്തായിരിക്കും അപ്പുറത്തെ വീട്ടിലെ ടോയ്ലറ്റ് ഉണ്ടാവും. ഇന്ന് അതിൻ്റെ അകത്തുള്ള എല്ലാ ബാക്ടീരിയകളും എല്ലാം നമ്മളെ കിണറ്റിലേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളപ്പിച്ച് കുടിക്കും. നല്ല വിശ്വാസത്തോടെ തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട്. തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മിനറൽസ് കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ. നമുക്ക് ശരീരത്തിന് ആവശ്യമായ 84 മിനറൽസ് കിട്ടിയില്ലെങ്കിൽ
ഇന്ന് പല പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലം, ബ്രെയിൻ പ്രോബ്ലം, പല പ്രോബ്ലംസും വരും മിനറൽസ് ഇല്ലെങ്കിൽ. അതിന് നമ്മുടെ കമ്പനിക്ക് മിനറൽസിൻ്റെ CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ശുദ്ധമായ വെള്ളം കുടിക്കണമെങ്കിൽ, കിണറ്റിലെ വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഷാർപ്പ് കമ്പനി, ജപ്പാൻ കമ്പനി ഷാർപ്പ് കമ്പനി, ആരുടെ ഒരാളെ കൈ ഇങ്ങനെ സ്ക്രീനിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, കൈ മാറ്റാമോ? ജപ്പാൻ കമ്പനിയായ ഷാർപ്പ് കമ്പനി പാറ്റേൺ ചെയ്ത വാട്ടർ പ്യൂരിഫയർ, നമുക്ക് വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്യൂരിഫയറും, അതോടൊപ്പം നമുക്ക് പുറത്തേക്ക് കറങ്ങാൻ പോകുന്ന സമയത്ത് അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഗോവ ടൂറിനൊക്കെ പോകുന്ന ആൾക്കാർ, എനിക്ക് പ്രത്യേകിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം, അവിടുത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുംബം മുഴുവൻ ഒരുമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി. പല ആൾക്കാർക്കും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവിടുത്തെ വെള്ളം പിടിക്കില്ല നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കറങ്ങാൻ പോകുന്ന സമയത്ത്, ഗോവയിലും അല്ലെങ്കിൽ ഊട്ടിയിലും ആഗ്രയിലും അങ്ങനെ അടുത്തൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് ട്രെയിനിനൊക്കെ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പലവിധ പ്രോബ്ലംസ് വരും. ഈ ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ വെള്ളം അതിൽ ശേഖരിക്കാൻ പറ്റുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. അതുകൂടാതെ ഓറൽ കെയറിലേക്ക് പോവുകയാണെങ്കിൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേസ്റ്റ് നമ്മൾ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നൊരു പേസ്റ്റ് ഉണ്ട്. ഡോക്ടർമാർ പറഞ്ഞാൽ എത്ര രൂപയായാലും കുഴപ്പമില്ല, അത് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അത് എല്ലാ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വിലയല്ല. പല കമ്പനികളുടെ പേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഒരൊറ്റ പേസ്റ്റ്, ഈ ഫസ്റ്റ് കാണുന്ന ആ ഡെൻ്റ് അഷ്യൂർ എന്ന് പറഞ്ഞ പേസ്റ്റിൽ ഒരു ബിസിനസ് ഓൺട്രപ്രണറായ വ്യക്തിയാണ് ഞാൻ. ഈ ഒരൊറ്റ പേസ്റ്റിൻ്റെ റിസൾട്ടിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഷാജി മിത്തൽ എന്ന വ്യക്തി. ഈ ഒരു പേസ്റ്റിലൂടെ വർഷങ്ങളായിട്ട് ഞാൻ ഡോക്ടർമാരെ കാണിച്ച് സർക്കസ് കളിച്ച് ഡോക്ടർമാർക്ക് എൻ്റെ വായ്പൊണ്ട് മാറ്റാൻ പറ്റിയില്ല. പല ഡോക്ടർമാർ, ദുബൈയിലുള്ളതും നാട്ടിലെ ഡോക്ടർമാരും എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻസ് കുറവാണ്, വയറ് ക്ലീനറായിട്ട് എന്താ, അവർ കംപ്ലീറ്റ് വയറും കാലിയാക്കി തന്ന ഡോക്ടർമാരുണ്ട്. എന്നിട്ടും എനിക്കുണ്ടായ വായ്പൊണ്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇവിടെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് 2 ദിവസം പല്ല് തേച്ചപ്പോൾ വായ്പൊണ്ട് ഇപ്പോൾ 4 വർഷമായി എനിക്ക് വന്നിട്ടില്ല. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള പേസ്റ്റാണ്. അതുപോലെ പല്ല് പുളിപ്പ്, മോണപ്പഴുപ്പ്, പല്ലിൻ്റെ കറകളൊക്കെ മാറ്റാൻ പറ്റുന്ന പേസ്റ്റ് അവൈലബിൾ ആണ്. മൗത്ത് വാഷ്, ബ്രഷ് അവൈലബിൾ ആണ്. പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകൾ, ഫെയർനെസ് ക്രീം, BB ക്രീം, സൺ ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ് ആൻഡ് വാഷ്, അതുപോലെ പെർഫ്യൂംസ്, ഡിയോഡറൻസ്, പോക്കറ്റ് പെർഫ്യൂംസ്, സോപ്പ്, TFM 76 മേലുള്ള സോപ്പാണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സോപ്പ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യത്തിൽ കണ്ട സോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ അല്ല, ക്വാളിറ്റിയുടെ സോപ്പ് കണ്ടിട്ടുണ്ടോ? ഡോവ് പോലത്തെ, PS പോലത്തെ ഒക്കെ. അത് വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. എല്ലാ സാധാരണക്കാർക്കും ഡോവ് ഒന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാളും നിങ്ങൾക്ക് ക്വാളിറ്റി തരുന്ന TFM 76 മേലുള്ള സോപ്പ് നിരവധി അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മുടിയുടെ സംരക്ഷണത്തിന് ഹെയർ സ്പാ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, മുടി വളർച്ചയ്ക്ക്, മുടി ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ജെൻസിനൊക്കെ തലയുടെ സെൻറ്ററിലൊക്കെ കഷണ്ടി തുടങ്ങുമ്പോൾ തന്നെ ടെൻഷനാണല്ലോ, പ്രായമാകുമ്പോൾ. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പോലും ഇപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് സെൻറ്ററിലൊക്കെ കഷണ്ടി വരുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ഈ ഹെയർ ഓയിൽ സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. അത്ര അപാരമായ റിസൾട്ടാണ്. നല്ല മുടി വളർച്ചയുണ്ടാകും. അതോടൊപ്പം തലയിൽ താരനുണ്ടെങ്കിൽ, പേനുണ്ടെങ്കിൽ ഈ ഷാമ്പു ഉപയോഗിക്കാം. നല്ല അപാരമായ റിസൾട്ട് ചെയ്യുന്ന ഷാമ്പൂസ് അവൈലബിൾ ആണ്. മുടി പൊട്ടിപ്പോകുന്നതിനും ഡാൻഡ്രഫ് പോകാനും പേൻ പോകാനും പറ്റിയ ഷാമ്പൂസ് നിരവധി അവൈലബിൾ ആണ്. അതുപോലെ വെസ്റ്റ് കെയറിൻ്റെ ഒരു പെയിൻ റിലീഫ് ക്രീമുണ്ട്. മുട്ടുവേദനക്കും നടുവേദനക്കും പെടലിലേക്ക് ഒളുക്കി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 129 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പെയിൻ റിലീഫ് ക്രീം അവൈലബിൾ ആണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ചാർക്കോൾ പീൽ മാസ്ക്, പപ്പായ സ്ക്രബ്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇങ്ങനെയുള്ള നിരവധി 100% നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഇത്. മുഖത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. വിമൻ ഹൈജീനിൽ പോകുകയാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ, പാൻറ്റി ലൈനേഴ്സ്, ഇൻറ്റിമേറ്റ് വാഷ്, ഇത് നമ്മുടെ മാർക്കറ്റിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നങ്ങളാണിത്. ഹൈ വേസ്റ്റ് ക്ലീനിങ് സെക്ഷനിൽ പോകുകയാണെങ്കിൽ, ഹോം കെയർ ഐറ്റംസിൽ പോകുകയാണെങ്കിൽ ഡിഷ് വാഷ്. ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസിന് കൈകൾക്കൊക്കെ വ്രണങ്ങളും ചൊറിച്ചലും പലവിധ പ്രോബ്ലംസും കണ്ടിട്ടുണ്ടാവും. ഡ്രൈ ആയി കിടക്കുന്ന കൈ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പാത്രം കഴുകുന്ന ലിക്വിഡും തുണി കഴുകുന്ന പൗഡറും മാറ്റുക. നിങ്ങളുടെ കൈ സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിഷ് വാഷ് അവൈലബിൾ ആണ്. അതുപോലെ ഡിറ്റർജൻറ്റ് പൗഡറും ഡിറ്റർജൻറ്റ് ലിക്വിഡും അവൈലബിൾ ആണ്. ഫ്ലോർ ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും ഗ്ലാസ് ക്ലീനറും അവൈലബിൾ ആണ്. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഈ കമ്പനിയുടെ കസ്റ്റമർ ആയിരിക്കും. വേറെ യാതൊരു ടെൻഷനും വേണ്ട. അത്രയ്ക്കും ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. 100% മണി ബാക്ക് ഗ്യാരണ്ടിയിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ എന്തെങ്കിലും കാരണവശാൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കമ്പനി തിരിച്ചെടുക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് പേടിക്കേണ്ട. 21 വർഷമായിട്ട് ഒരാൾ പോലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ടാണ്.
അതുകൊണ്ടാണ് ഒരു കമ്പനിക്ക് ഇത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു സിനിമാ താരങ്ങൾക്കും ഒരു ക്രിക്കറ്റ് കളിക്കാരനും ടി വി ചാനലുകാർക്കും പറയാൻ സാധിക്കില്ല, കച്ചവടക്കാർക്കും പറയാൻ സാധിക്കില്ല, നിങ്ങൾ ഈ വാങ്ങിച്ച പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് മോശമാണെങ്കിൽ തിരിച്ചു തന്നേക്കെന്ന് പറയാൻ സാധിക്കില്ല. വെസ്റ്റീജ് കമ്പനി 21 വർഷമായിട്ടും ഈ ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്രക്കും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് പറയാൻ സാധിക്കുന്നു. അടുത്തത് അഗ്രി പ്രൊഡക്റ്റാണ്. കൃഷിക്കാരുടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കൃഷിയിലൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. കൃഷിക്കാരുടെ ചെലവുകളെ ചുരുക്കിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനത്തെ ഇരട്ടിയാക്കി മാറ്റാൻ, അവർക്ക് കിട്ടുന്ന വിളവുകളെ ഇരട്ടിയാക്കി മാറ്റാൻ സാധിക്കുന്ന 100% ഓർഗാനിക് ആയിട്ടുള്ള അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. വളരെ വണ്ടർഫുൾ റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ തെങ്ങും കവുങ്ങും വാഴയും നെൽകൃഷി റബ്ബർ ഏത് തരം കൃഷി ചെടികളായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്ന അപാരമായ റിസൾട്ട് തരുന്ന അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ജെൻസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാത്തിങ് ബാർ, പെർഫ്യൂം ബാർ സോപ്പ് കേട്ടോ. അത് കുളിച്ചിറങ്ങിയതിന് ബാത്റൂമിൽ നിന്ന് ആ പെർഫ്യൂമിൻ്റെ മണം പോകില്ല, അത്രക്കും ബെസ്റ്റ് സോപ്പാണ്. അതുപോലെ ഫേസ് വാഷും ഡിയോഡറൻസും, മിസ്റ്റർ ഓഫ് മിലാൻ്റെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, ലിപ് ബാമുകളും പലവിധ പ്രോഡക്റ്റുകളും ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൽ അവൈലബിൾ ആണ്. 100ഓളം പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇത് സ്കിൻ ഫോർമുല 9 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. നമ്മുടെ സ്കിന്നിൻ്റെ 3 ലെയർ, മുഖത്തിൻ്റെ 3 ലെയർ വരെ പോയി റിപ്പയർ ചെയ്ത് സുന്ദരികളും സുന്ദരന്മാരും മാറ്റുന്ന, യുവത്വം കാത്തുരക്ഷിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കണ്ണിനടിയിലുള്ള കറുത്ത പാടുകൾ മാറ്റാൻ, മുഖത്തിൻ്റെ കലകൾ മാറ്റാൻ, മുഖക്കൂരലും വന്ന് പൊട്ടി കുറേ കലകളൊക്കെ വന്നിട്ടുണ്ട്, പ്രായമാകുമ്പോൾ ചുളിവുകൾ വന്നിട്ട് കണ്ടിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഇത് വണ്ടിയുള്ള ആൾക്കാർക്ക്, വാഹനങ്ങൾ, ബൈക്കും കാറുകളും പലവിധ വാഹനങ്ങളുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവുക. നിങ്ങളുടെ വണ്ടികളൊക്കെ പഴയതാവുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ഈ ഒരു നാനോ എനർജൈസർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു 50 പ്രാവശ്യം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ആ എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വണ്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ പുതിയ വണ്ടി, ഷോറൂമിൽ നടക്കുന്ന വണ്ടി ഓടിക്കുന്ന ആ ഫീലിങ്സ് ലഭിക്കും സുഹൃത്തുക്കൾ. അത്രക്കും അപാരമായ ക്വാളിറ്റീസ്. ഇത് ഓർണമെൻറ്റ്സും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിനറൽസ്. കുടിക്കുന്ന വെള്ളത്തിലെ മിനറൽസിൻ്റെ അഭാവം മൂലമാണ് അസുഖങ്ങൾ വരുന്നത്. കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ്, ഗിന്നസ് റെക്കോർഡ് പ്രൊഡക്റ്റ്, അപാരമായ ഒരു പ്രൊഡക്റ്റാണ്. ഇതെല്ലാ ആൾക്കാരും കുടിക്കുന്ന വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് വെച്ച് 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പലവിധ ഹെൽത്ത് പ്രോബ്ലംസും, അത് മാത്രമല്ല ഇന്ന് അസുഖമായി കിടക്കുന്ന കിടപ്പിലായ രോഗികളെ പോലെ എഴുന്നേറ്റ് നടപ്പിക്കാൻ സാധിക്കുന്ന ഒരു അപാര പ്രൊഡക്റ്റാണ്. അതുപോലെ അശ്വഗന്ധയുടെ എനർജി ബൂസ്റ്ററാണ്. ഇത് സ്പെഷ്യലി ഫോർ ജെൻസ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങൾ അപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ബൂസ്റ്ററാണ് ഇതൊക്കെ. ഇത്രയും ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റുകൾ എല്ലാവിധ സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ, ഹലാൽ സർട്ടിഫിക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റി, GMP സർട്ടിഫിക്കേഷനൊക്കെയുള്ള ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനുള്ള കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇത്രയും പ്രൊഡക്റ്റുകളെ ഞാൻ ഓടിച്ച് പറഞ്ഞു, കംപ്ലീറ്റ് എനിക്ക് പറയാൻ എന്നിട്ടും സാധിച്ചില്ല. ഈ ഒരു കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസിയാണ് നമ്മളിലേക്ക് തരുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ വർഷങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച വഴി പല ഇടനിലക്കാർക്കും പൈസ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മളുടെ എക്സ്പെൻസിനെ, വീട്ടുകാര്യങ്ങൾ ചിലവാക്കുന്ന ആ തുകയിൽ നിന്നും ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ഒരു അവസരം ഒരു കമ്പനി തരുവാണ്. 9 തരം വരുമാനം ഉണ്ടാക്കാൻ അവസരം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആരാണോ ഈ ലിങ്ക് അയച്ചെന്ന് ആ വ്യക്തിയോട് സംസാരിക്കുക. എനിക്ക് ഈ കമ്പനിയെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുണ്ട്. 100% മണി ബാക്ക് ഗ്യാരണ്ടിയിലെ പ്രൊഡക്റ്റ് തരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ, പേടിക്കണം, തിരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് 10 മുതൽ 35% വരെ ഡിസ്കൗണ്ട് ഇപ്പോഴുണ്ട്. ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 35 രൂപ കുറച്ചിട്ട് 65 രൂപ കൊടുത്താൽ മതി. വേണമെങ്കിൽ ആർക്കും കൊടുത്താൽ ആ പൈസ നമുക്ക് ലാഭം ഉണ്ടാക്കാം. 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ 5% ആയിരിക്കും, അത് 16% വരെ ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അതുകൂടാതെ ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3%, ഡയറക്ടർ ബോണസ് അത് 16% എത്തുന്ന സമയത്താണ് നമുക്ക് ഡയറക്ടർ ബോണസ് കിട്ടുക 15%, ലീഡർഷിപ്പ് ബോണസ് 18%. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കമ്പനിയിലെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. ഞാൻ ഓട്ടോമാറ്റിക് പറഞ്ഞു, ഈ ഒരു കമ്പനിയുടെ കസ്റ്റമർ ആയിരുന്നു ഞാൻ ഉപയോഗിച്ച പേസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറി. അതിലൂടെ ഏകദേശം 5200-ലധികം ആൾക്കാർ, എനിക്കറിയാവുന്ന 6 വ്യക്തികളിലൂടെ 5200-ലധികം ആൾക്കാർ 13 രാജ്യത്ത് ഇരുന്നുകൊണ്ട്
വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ, അവരുടെ കൂടെ അവരെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ, ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ്, കൂടെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെയുള്ള 76 പേർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ലീഡർഷിപ്പ് ബോണസ് കൂടിക്കൊണ്ടിരിക്കും. 18%, ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ലെവലാണ് ഇത് ലീഡർഷിപ്പ് ബോണസ്. അപാരമായ വരുമാനം വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ഇത്രയും വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവസാനത്തെ എലൈറ്റ് ക്ലബ്ബ് ബോണസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 2%. ഈ കാറിൻ്റെ ഫണ്ടും ട്രാവൽ ചെയ്യാനുള്ള ഫണ്ടും ഹൗസ് ഫണ്ടും ലൈഫ് ലോങ് ആട്ടോ, നമ്മളുടെ കാലശേഷം അത് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മക്കളിലേക്കും അത് പോയിക്കൊണ്ടിരിക്കും. ആ അക്കൗണ്ട് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കും സ്ഥിരമായിട്ട്. അതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഈ കമ്പനിയുടെ കസ്റ്റമർ ആണെങ്കിൽ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളിലൂടെ ഒരു 5-6 വ്യക്തികൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ബിസിനസ്സായി മാറും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടേൺ ഓവർ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും ബിസിനസ്സായി മാറുന്നുണ്ടോ. ഈ എലൈറ്റ് ക്ലബ്ബ് ബോണസ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മാസത്തെ വരുമാനം, ഈ 9ാമത്തെ വരുമാനം മാത്രം 20 ലക്ഷം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് നമുക്ക് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2% കേട്ടോ. 5000 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ 2% വാങ്ങിക്കാനുള്ള അവസരമാണ്. ഇതാണ് സേവിങ്സ് ഓഫ് കൺസ്ട്രക്ഷൻ 35% ഡിസ്കൗണ്ട്. ഈ പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് ലഭിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഫ്രീ ആയി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് കിട്ടും. നമ്മൾ ഒരു 30 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 1 പോയിൻ്റാണ്. ഒരു 300 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 10 പോയിന്റ്, 3000 രൂപയുടെ 3000-ന് മേലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 100 പോയിൻ്റായി മാറുന്നുണ്ടാവും. ഈ പോയിന്റുകൾ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കും. നിങ്ങൾ ജനിച്ചു തന്നോട്ട് പല്ല് തേക്കുന്ന പേസ്റ്റ് വാങ്ങിക്കുന്നു, കുളിക്കേണ്ട സോപ്പ് വാങ്ങിക്കുന്നു, ചായപ്പൊടിയും കുക്കിംഗ് ഒരു സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ. എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങളുടെ പേരൻസും നിങ്ങളും നിങ്ങളുടെ മക്കളും വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രൂപക്കുള്ള സാധനം വാങ്ങിച്ച സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം, എത്ര പൈസ ചിലവാക്കി നമ്മളെല്ലാവരും. ഇവിടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 1 പോയിൻ്റാണ്. ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ 1 പോയിന്റ്, പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ 2 പോയിൻ്റായി, കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുമ്പോൾ 9 പോയിൻ്റായി, ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ 5 പോയിൻ്റായി. ഈ ഓരോ സാധനം ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ പോയിന്റ് കൂടി വരും. ഇതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വരുന്ന സമയത്ത് പോയിന്റുകൾ കൂടുന്നതനുസരിച്ച് 600 പോയിന്റ് ആകുമ്പം നമുക്ക് കിട്ടുന്ന ബോണസ് 8% മാറും. ഇത് മുന്നോട്ട് പോകുമ്പോൾ 2400 പോകുമ്പോൾ 12% കമ്മീഷനായി 5500 പോയിന്റ് എപ്പോഴാണ് ആവുന്നത്, ആ സമയത്ത് 16% കമ്മീഷനായി മാറും. ഇത് നിങ്ങൾ ഒറ്റക്കല്ല. ഇത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ബന്ധക്കാരോടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ആരോടെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെപ്പോൾ പല്ല് തേച്ചാലും, അവർ കുളിച്ചാലും, പാത്രം കഴുകിയാലും, തുണി കഴുകിയാലും, തറ തുടച്ചാലും, അവരിലൂടെ ആരെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മളിലേക്കും ഒരു വരുമാനം എത്തിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്. ഇവിടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇത് 600 പോയിന്റ് ആകുമ്പോൾ 8% ആണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഒരു 300 പോയിന്റ് ചെയ്താൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 8%. അവിടെ 750 രൂപയുടെ വൗച്ചറും 432 രൂപയുടെ ഒരു ബോണസും അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാൻ അവസരമുണ്ട്. അതുകൂടാതെ ഫാസ്റ്റായിട്ട് ഡയറക്ടർ ലെവലിലേക്ക് പോകാനൊരു അവസരമുണ്ട്. ഒരു 18,000 രൂപ 20,000 രൂപ അല്ല ഒരു മാസത്തെ വരുമാനം ഒരൊറ്റ സിംഗിൾ മാസം, ആദ്യത്തെ മാസം തന്നെ ഒരു 15,000 20,000 വരുമാനം വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള അവസരം കൂടെ ഇതിനകത്തുണ്ട്. 4,500 പോയിന്റിൽ ഏകദേശം 1,20,000 രൂപയുടെ ബിസിനസ് കമ്പനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു വരുമാനം നമുക്കവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. ഇത് ഡയറക്ടർ ബോണസ് 15%. ഇത് നമ്മൾ 16% എത്തുന്ന സമയത്താണ് നമുക്കിത് കിട്ടുക. ഡയറക്ടർ ബോണസ് ഇങ്ങനെ ഈ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവില്ല, അതിങ്ങനെ കൂടിക്കൊണ്ട് വരും ഡയറക്ടർ ബോണസ്. ടീം ബിൽഡിംഗ് ബോണസിന് 3% എക്സ്ട്രാ ആണ്. നമ്മളൊരു ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ ഇൻകം വരുമാനം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു 20-ാം തീയതി കണക്കിന് നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ സമയത്ത് വീണ്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിന് കൂടുതലാക്കാൻ വേണ്ടി നമുക്കവിടെ സാധിക്കുമല്ലോ. ഒരു 10,000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു 15,000 ആക്കണമെങ്കിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്താൽ മതി. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നീട് ബിസിനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പ് ബോണസ്. ഓരോ വ്യക്തികൾക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 18% നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇത് വാങ്ങിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിൽ എത്തുമ്പോഴാണ് ആ ലീഡർഷിപ്പ് ബോണസ് കിട്ടുക. നിങ്ങൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന സമയത്ത്, ഞാൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഒരു 3,000 രൂപക്ക് മേലുള്ള സാധനം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചായിരുന്നു. ആരും നിർബന്ധിച്ചല്ല കേട്ടോ. എനിക്ക് അത്രയും പ്രൊഡക്റ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്തപ്പോൾ അത്രയും പൈസയായി. 3,000 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് കിട്ടി. പിറ്റത്തെ മാസം 10-ാം തീയതി ആകുമ്പോൾ ഒരു 147 വരുമാനം കിട്ടി. ഈ ഒരു സന്തോഷം, ആ പ്രൊഡക്റ്റിൽ കിട്ടിയ ക്വാളിറ്റി റിസൾട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സായി മാറിയത്
എൻ്റെ ഫ്രണ്ട്സിൽ 6 വ്യക്തികൾ എന്നോടൊപ്പം കണക്ട് ചെയ്തു. ആ ഫസ്റ്റിലെ വ്യക്തിക്ക് എനിക്കൊരു വരുമാനം കിട്ടാൻ തുടങ്ങി. 13,500 രണ്ടാമത്തെ മാസം കിട്ടിയ ആളാണ് ഞാൻ. 13,500 രണ്ടാമത്തെ മാസം വാങ്ങിച്ചു വയ്ക്കുക. അത് കണ്ട് എൻ്റെ കൂട്ടുകാരും എന്നോടൊപ്പം ബിസിനസ് സീരിയസ് ആയി മാറി. അവരും വളരെ സീരിയസ് ആയി ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ തുടങ്ങി, ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തെ വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ ഈ പൊസിഷൻ എത്തി, സിൽവർ ഡയറക്ടർ. ആ സമയത്ത് വിദേശ യാത്ര പോകാൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ പോകാൻ കമ്പനി ഫണ്ട് തരാൻ തുടങ്ങി. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പ് ബോണസ്. ഒരു വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ലീഡർഷിപ്പിലേക്ക് പോകാൻ നമുക്കൊരു അവസരം കിട്ടും. ഇത്രയും രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് കാറിൻ്റെ ഫണ്ട് വാങ്ങിക്കുന്ന ഒരു അവസരം. ഈ ഓപ്പർച്യൂണിറ്റി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 വ്യക്തികളാണ് എന്നോടൊപ്പം കണക്ട് ചെയ്തെങ്കിൽ അതിൽ ആദ്യം സീരിയസ് ആയിട്ട് കുറച്ച് സ്പീഡായിട്ട് വന്ന 3 വ്യക്തികളായിരുന്നു. ആ 3 വ്യക്തികൾക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഒരു 3 മാസം കണ്ടിന്യൂ, അവർക്ക് 3 മാസം കണ്ടിന്യൂ നിർത്താതെ ഒരു 5,000-10,000 ഇടയിൽ വരുമാനം 3 വ്യക്തികൾക്ക് 3 മാസം കണ്ടിന്യൂ വാങ്ങിച്ച സമയത്ത് ജീവിതകാലം മുഴുവനും കാറിൻ്റെ EMI വാങ്ങിക്കാൻ എൻ്റെ കാലശേഷവും എൻ്റെ വീട്ടിലേക്ക് കാറിൻ്റെ EMI വന്നുകൊണ്ടിരിക്കും. നമ്മളെന്താ ചെയ്യണത്? ലോൺ എടുത്ത് കാർ വാങ്ങിക്കും, ഇത് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് എല്ലാ മാസവും കാറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് തന്നുകൊണ്ടിരിക്കുക കമ്പനി. അതൊരു കാർ വാങ്ങിക്കാം, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് നിർത്തില്ല, കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാർ വാങ്ങിക്കാം. 12 കാർ വാങ്ങിച്ച ആൾക്കാർക്ക് വെസ്റ്റീലുണ്ട്, 12 വീട് വെച്ച ആൾക്കാർ വെസ്റ്റീലുണ്ട്. ഇവിടെ കാർ ഫണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ 5% എല്ലാ മാസവും വരും. അത് കാണാനും നല്ല ഭംഗിയാണ്. ഒരു മാസം 80,000 വരെ EMI കമ്പനി തരും. മെർസിഡീസ് ബെൻസും പോർഷയും BMW ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. 80,000 EMI അടക്കാൻ സാധിക്കണം. അത് വാങ്ങിക്കാൻ വരെ അവസരം ഇതിനകത്തുണ്ട്. ഏത് തരം കാറും നമുക്കിതിൽ സെലക്ട് ചെയ്ത് വാങ്ങിക്കാം, എത്ര വേണമെങ്കിലും കാർ വാങ്ങിക്കാം, യാതൊരു പ്രോബ്ലം ഇല്ല. ഇതാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷൻ. എന്നോടൊപ്പം ജോയിൻ ചെയ്തത് 6 വ്യക്തികളായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 വ്യക്തികൾക്കും ഒരു വരുമാനം എത്തിച്ചു കൊടുത്തപ്പോൾ ക്രൗൺ ഡയറക്ടറായി മാറി. ഈ സമയത്താണ് കമ്പനി വീട് വെക്കാൻ ഒരു ഫണ്ട് തരുന്നത്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കുക എന്നുള്ളത്. ദുബായിൽ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു പഴയ വീടിൻ്റെ മുകളിൽ പണിയെടുത്തുള്ള പൈസയൊക്കെ പോയി. ഇവിടെ ഒരു വീട് വെക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. EMI കമ്പനി മാസം തന്നുകൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും വീട് വെക്കാം, എത്ര വേണമെങ്കിലും വീട് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ വലുതാകുന്ന സമയത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കാം. യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്കിപ്പോൾ ഒരു വീട് നമുക്ക് തന്നെ വെക്കാൻ തന്നെ വീടിൻ്റെ പെയിൻറ്റ് കഴിഞ്ഞാലും ലോൺ തീരാത്ത അവസ്ഥയാണ്. എല്ലാവരും ആലോചിച്ച് നോക്കുക. മക്കൾക്ക് വീട് വെക്കണം, മക്കൾ വെക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വീട് വെക്കാൻ സാധിക്കുന്ന, ഒരു ഹൗസ് ഫണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അവസരം 6 വ്യക്തികൾക്ക്. ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സത്യസന്ധമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാൻ, അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവരെ സഹായിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് പറഞ്ഞ് മനസ്സിലായപ്പോൾ വിശ്വസിച്ച് കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു വരുമാനം എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ വരുമാനം കിട്ടി, അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എവിടെ നിന്നാണോ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്, അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെയാണ് പ്രൊഡക്റ്റ് അപ്ലിക്കേഷനിലൂടെ വാങ്ങിക്കുന്നത്, അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒറ്റ കാര്യമേ ചെയ്യേണ്ട സുഹൃത്തുക്കളെ. ഈ പറഞ്ഞ എല്ലാ ഫണ്ടുകളും വാങ്ങിക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുകയാണ്. അവിടെ ഇഷ്ടമുള്ള വീട്, എത്ര സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് വേണമെങ്കിൽ ഫ്ലാറ്റ്, വീട് വേണമെങ്കിൽ വീട് വെക്കാം. നമുക്ക് എത്ര വണ്ടി വേണമെങ്കിൽ വാങ്ങിക്കാം, അതിനുള്ള വീട് അവിടെ വെക്കാൻ പറ്റും. അതിനുള്ള EMI കമ്പനി തരാൻ റെഡിയാണ്. ഇത് അവസാനത്തെ 9ാമത്തെ ഇൻകം. ഇതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്നുണ്ടോ, 20 ലക്ഷം രൂപ വരെ ഒരു മാസം മാക്സിമം വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. എൻ്റെ ക്യാപ്റ്റനൊക്കെ വാങ്ങിക്കുന്നുണ്ട് 20 ലക്ഷം രൂപയാണ്. എലൈറ്റ് ക്ലബ് ബോണസ്. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ കൂടെ വന്ന ഈ 6 വ്യക്തികളിലൂടെ തന്നെ അത് വാങ്ങിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു 8 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഇൻകം വാങ്ങിക്കാൻ സാധിക്കും. എലൈറ്റ് ക്ലബ് ബോണസ്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ 8 ഓർഗനൈസേഷനെ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ, 8 ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും 12 വ്യക്തികൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഡബിൾ ക്രൗൺ ഡയറക്ടറും 16 വ്യക്തികൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇതിൽ ഹയസ്റ്റ് പിന്നായ 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ് ഈ 16 ഓർഗനൈസേഷൻ. ഒരു 16 വ്യക്തികളിലോട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ 5 വർഷം സമയമെടുത്ത സുഹൃത്തുക്കളെ, നമുക്ക് ഈ പൊസിഷൻ എത്താൻ സാധിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫിസിക്കലായിട്ടും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ 100% ഡിജിറ്റലായിട്ട് മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 10 രൂപ പെട്രോൾ അടിക്കാതെ ഒരു ചായ പോലും പോയി പുറത്ത് കുടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് മക്കളോടൊപ്പം ഫാമിലിയോടൊപ്പം ഇരുന്നുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഫിസിക്കലായിട്ടും ചെയ്യാം. അതിനുള്ള സംവിധാനങ്ങൾ നാട്ടിൽ എല്ലാ സ്ഥലത്തും ട്രെയിനിങ്സും ഷോപ്പുകളും എല്ലാം അവൈലബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം സെലക്ട് ചെയ്യാം. ഇതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ പോയി വെസ്റ്റീജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വ്യക്തി റെഫർ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ആമസോണിലും മീഷോയിലൂടെയൊക്കെ വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട്
ബിസിനസ് ചെയ്യാം. ഇവിടെ യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങളോട് ഒരാളും ഇത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങളോട് ആരും പറയുന്നുണ്ടാവില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ഏത് ഷോപ്പിൽ നിന്നാണോ ഇത്രയും കാലം വാങ്ങിച്ചത്, ഏത് ബ്രാൻഡാണോ ഇത്രയും കാലം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്ന് മാറ്റാൻ തയ്യാറായാൽ മാത്രം മതി. അതൊന്ന് മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ വെറും വരുമാനം മാത്രമല്ല സുഹൃത്തുക്കളെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അസുഖമില്ലാത്തൊരു വ്യക്തിയായി മാറാൻ സാധിക്കും. 4 വർഷമായി ഞാനൊരു ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ട് ഒരു ഡോക്ടറെ കാണിക്കാൻ പോകാതെ 4 വർഷമായി. ഒരു പനിയോ ജലദോഷമോ തുമ്മലോ വയറിറക്കമോ ഒരു ഹെൽത്ത് പ്രോബ്ലംസും ദൈവം സഹായിച്ച് വരുന്നില്ല. ദൈവം സഹായിച്ച് വന്നിട്ടില്ല എന്ന് പറയുന്നത് അഹങ്കാരമല്ലാതുകൊണ്ടാണ് ദൈവം സഹായിച്ചെന്ന് പറഞ്ഞത്. ഞാൻ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് അസുഖങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് 2 മാസം കൂടുമ്പം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അടിച്ച് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ 7 ദിവസം കഴിച്ചിട്ട് മാറാത്ത ഡോക്ടർ ജോലി രാജിവെക്കാൻ പറഞ്ഞ ഡോക്ടർമാർ എന്നെ ഉണ്ട്. ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിത് സ്ഥിരമായിട്ട് വരും. ചെസ്റ്റിൽ കഫം ഡ്രൈ ആയി കിടക്കുന്ന പ്രോബ്ലം നിർത്തി. ഇന്ന് എനിക്ക് 4 വർഷമായിട്ട് ഒരു പ്രോബ്ലമില്ല. റെസ്പോക്ക് ഇറങ്ങുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾക്ക് ഹെൽത്തിയായി ജീവിക്കാൻ, ആരോഗ്യത്തോടെ 80, 90, 100 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമ്മളെല്ലാവരും അച്ഛനമ്മമാർ എന്താ ചെയ്യണം? കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കും. എന്നിട്ട് അവരെ എവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞയക്കും. എന്നിട്ടാകുമ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും. എന്നിട്ടാകുമ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ മക്കളും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയും കൂടി അങ്ങോട്ട് പോകും. ഇവിടെ നിങ്ങളുടെ 80-ാമത്തെ വയസ്സിലും 90-ാമത്തെ വയസ്സിലും നിങ്ങളുടെ വരുമാനം കണ്ടിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. അവരെ കൂടെ നിർത്താൻ സാധിക്കും സുഹൃത്തുക്കളെ. ഇതിൽ എത്ര അച്ഛനമ്മമാരുണ്ടാവും മക്കൾ കൂടെയുള്ള ആൾക്കാർ? ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ അമ്മ നാട്ടിലൊറ്റക്കാണ്. ഞാൻ ദുബായിൽ വർഷങ്ങളായി, 21 വർഷമായി. 21 വർഷം എൻ്റെ അമ്മ ഒറ്റക്കായിരുന്നു. ഇന്ന് ഞാൻ ബിസിനസ് ചെയ്യുന്ന അടുത്ത വർഷം ഞാൻ നാട്ടിലേക്ക് പോവാണ്. ദുബായിലാണെങ്കിൽ എനിക്ക് 10 വർഷം കഴിഞ്ഞാൽ ദുബായിൽ നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തം മക്കളെ പുറത്ത് പോയി പറഞ്ഞയക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരൊരു ജോലിക്ക് പോലും പറഞ്ഞയക്കാതെ വീട്ടിൽ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അസുഖമില്ലാതെ ആരോഗ്യത്തോടെ കുറേ വ്യക്തികളെ സഹായിക്കാൻ, സാമ്പത്തികപരമായിട്ടും ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാൻ ശ്രമിക്കൂ. ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, അറിയാൻ ശ്രമിക്കൂ. എന്താണ് വെസ്റ്റീജ് കമ്പനി, എന്തിനു വേണ്ടിയിട്ടാണ് വെസ്റ്റീജ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചതിന് ശേഷം മാത്രം പറയുക അതിന് വില കൂടുതലുണ്ടോ, നിങ്ങൾ കൊടുത്ത പൈസക്ക് മുതലായെന്ന് ഉപയോഗിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇന്ന് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലുള്ളതെന്താ? വില കുറഞ്ഞ പ്രൊഡക്റ്റ് എവിടെയാണ് കിട്ടുക, അവിടെ പോയി വാങ്ങിക്കുക. അതുകൊണ്ട് എല്ലാ സിനിമാ താരങ്ങളും എല്ലാ ക്രിക്കറ്റ് കളിക്കാരും കമ്പനികളും പ്ലാൻ ആക്കിയിരിക്കുകയാണ്, നിങ്ങൾക്ക് വില കുറഞ്ഞ പ്രൊഡക്റ്റ് മാത്രം മതി. പൈസയുള്ള കുറേ പൈസക്കാർ, കോടീശ്വരന്മാരുണ്ടോ, അവർ മാത്രം ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കും. സാധാരണക്കാരൻ കെമിക്കൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ ഡോക്ടർമാരെ കാണിക്കാൻ പോകുന്നു. അതിനേക്കാളും വലിയ വിഷമായിട്ട് അവിടെ നിന്ന് തരുന്നു. കെമിക്കൽ ഡ്രഗ്സ്, മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവിടെ മെഡിക്കൽ റെപ്പ് കൊടുക്കുന്ന പ്രൊമോഷൻ ചെയ്യുന്ന മരുന്നുകൾ നമുക്ക് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു അസുഖമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും 1-2 പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നതാണ്. അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ കമ്പനിയോടൊപ്പം നിന്ന് ഒരു റെഗുലർ കസ്റ്റമറായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആരോടെങ്കിലും പറയാൻ സാധിക്കുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണ്. 365 ദിവസവും നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ സൂമിൽ വന്നാൽ മാത്രം മതി. ക്യാമറ ഓഫാക്കിയാലും പ്രശ്നമില്ല, ലുങ്കി ഇട്ടാലും മാക്സി ഇട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ച വ്യക്തിയോട് രജിസ്ട്രേഷൻ ചെയ്യുക. ഫ്രീ ആയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ നമ്മളോടൊപ്പം നിൽക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ 5 മിനിറ്റ് ഓൾറെഡി അധികമായിപ്പോയി. ഞാൻ മാക്സിമം കവർ സ്പീഡാക്കിയിട്ടും ആയിട്ടില്ല, 1 മണിക്കൂർ തീർക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കോ 2 ആൾക്കോ എന്തെങ്കിലും ക്ലാരിറ്റി വേണോ, മനസ്സിലായിട്ടില്ല എങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാം. ക്ലിയർ ആയ ആൾക്കാർക്ക് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പുതിയ ആളാരെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പേര് വിളിക്കാത്തത്. അൺമ്യൂട്ടാക്കാൻ സാധിക്കുമല്ലോ. വിനു, തൃശ്ശൂരുള്ള വിനു, ഇപ്പം 3ാമത്തെ സെഷൻ എത്തുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലായില്ല വിനു? 3ാമത്തെ സെഷനാണ് താങ്കളായിട്ട് അല്ലേ? കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നില്ലേ? ഓ അതിന് ധൈര്യമായിട്ട് കൂടെ നിൽക്കാം കേട്ടോ. ശരി 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 ശരി.
മഹേശൻ KB കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കണം. ഇങ്ങനെ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ രാവിലെ 6 മണിക്ക് വിനു ഇതേപോലെ തന്നെ സെഷനിൽ രാവിലെ 6 മണിക്ക് ഇതേ ലിങ്കിൽ കയറിയാൽ ഇതിൻ്റെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് കിട്ടും വിത്ത് മെഡിറ്റേഷൻ. രാവിലെ 20 മിനിറ്റ് ഫുൾ ഫ്രഷ് ആയിട്ട് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആ ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ജോലി ഫുൾ പോസിറ്റീവായ എനർജി ആയിരിക്കും ദിവസം മുഴുവൻ. അതിനുശേഷം ഒരു 40 മിനിറ്റ് ഇതിൻ്റെ ബിസിനസ് ട്രെയിനിങ് ആയിരിക്കും. നിങ്ങൾ അന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക്കായി മാറാൻ സാധിക്കും, ബിസിനസ് പഠിക്കാൻ സാധിക്കും. രാവിലെ 6 മണിക്ക് ഇതേ ലിങ്കിൽ കയറും. മഹേശൻ KB, വിനു TG, അതുപോലെ തനൂജ, മറ്റുള്ള പുതിയ എല്ലാ ആൾക്കാരും രാവിലെ 6 മണിക്ക് ഇതേ ലിങ്കിൽ ഒന്നുകൂടെ കയറാം. വേറെ ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവരും ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഡൗട്ടും ക്ലിയർ ആക്കി ചെയ്താൽ ഞാൻ റെഡിയാണ്. രജിലൻ്റെ ഓഡിയോ കണക്റ്റ് അല്ല. രജില M അല്ലേ? തനൂജരായിരിക്കും. ഓഡിയോ കണക്റ്റ് അല്ല. ഞാൻ റെക്കോർഡ് അയച്ചുതരാം. ആരെങ്കിലും ഈ റെക്കോർഡ് സെഷൻ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും അൺമ്യൂട്ട് ആക്കി ചോദിക്കാവോ? ജെയ്സൺ, റബി ജെയ്സൺ ഒന്ന് പറയാവോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മാഡം? ഹലോ, പറയൂ പ്രേമ ചേച്ചി. ഞാന് പിന്നെ ഇലക്ട്രോണിക്സ് ഉണ്ടോ നമുക്ക്? ഇല്ല ഇല്ല, ഇലക്ട്രോണിക്സ് ഇല്ല. ഇല്ല അല്ലേ? നമ്മളെ ഈ കമ്പനി ആക്ച്വലി ഹെൽത്ത്, ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. വാട്ടർ പ്യൂരിഫയർ ആണ് ആകെ ഉള്ളത്. അത് വിശുദ്ധമായി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, ഓക്കെ. എല്ലാം ആരോഗ്യ ഇലക്ട്രോണിക്സ്. നമുക്ക് TVയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് അതിന് കമ്പനിക്ക് ഇല്ല. ശരി, ഓക്കെ. നമുക്ക് ആവശ്യമുള്ളതേ വാങ്ങിക്കൊണ്ട് പ്രേമ മേഡം കേട്ടോ. നമ്മൾ TV ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഒരു 5 കൊല്ലത്തിൽ ഒന്നേ വാങ്ങിക്കുള്ളൂ അല്ലേ? അതൊരു സ്ഥിര വരുമാനത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. പക്ഷേ ഇതിലുള്ള FMCG പ്രൊഡക്റ്റുകൾ നമ്മൾ എല്ലാ മാസങ്ങളും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. കുക്കിംഗ് ഓയിലും ചായപ്പൊടിയും കോഫി പൊടിയും പാത്രം കഴുകാനും തുണി കഴുകാനും സോപ്പും പേസ്റ്റും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനം. അതിലൂടെ മാത്രമേ നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞ പല ആൾക്കാരും TV ഉണ്ടെങ്കിൽ, ഷർട്ട് ഉണ്ടെങ്കിൽ, പാൻറ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാറുണ്ട്. ഷർട്ടും പാൻറ്റൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതല്ല. പണക്കാർ മാത്രമേ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കും, ബ്രാൻഡ് മാറ്റിക്കൊണ്ടിരിക്കും. സാധാരണക്കാരെല്ലാം ചിലപ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ വാങ്ങിക്കുള്ളൂ. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ടാവും. ഹെൽത്ത് പ്രോബ്ലം വെച്ച് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. കൃഷിക്കാരുണ്ടാവും ഇതിനകത്ത്. എല്ലാം കൊണ്ടും നമ്മൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ, രോഗികളായി മാറാതിരിക്കാൻ ഒരു കമ്പനി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വിഷമടങ്ങിയ പച്ചക്കറി കഴിക്കാതിരിക്കാൻ അഗ്രി പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അഗ്രി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പറമ്പില്ല, സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ, മതിലിൻ്റെ മുകളിൽ പച്ചക്കറി ചെയ്യാം. നല്ല പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറി കിട്ടും. സതീഷ് പറഞ്ഞോളൂ. റെക്കോർഡ് അയച്ചു തരുമോ? ആ റെക്കോർഡ് അയച്ചു. സതീഷ് ഭായിന് ആരാണ് ഇത് കൊണ്ടുവന്ന് അവരെ ചോദിച്ച് അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടോ കേട്ടോ. ഓ ശരി ശരി. ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ഞാൻ മറന്നുപോയി. സുകുമാരൻ സാർ. സുകുമാരൻ ചേട്ടൻ അയച്ചു തരും. അഥവാ അയച്ചെന്നില്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം കേട്ടോ. സുകുമാരൻ ചേട്ടൻ മറക്കും പെട്ടെന്ന്. ശരി ശരി ശരി. സുമയ്യയുടെ ഉണ്ടോ? സുമയ്യ ഉണ്ടെങ്കിൽ സുമയ്യ ഇപ്പം തന്നെ സുകുമാരൻ ചേട്ടനോട് പറഞ്ഞിട്ട് സതീഷിന് അയച്ചു കൊടുക്കണം കേട്ടോ. സതീഷ് അഥവാ സുകുമാരൻ ചേട്ടൻ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ, നിങ്ങൾ വന്ന ഗ്രൂപ്പിൽ അഡ്മിൻ ഞാനും കൂടി ഉണ്ട്. എനിക്കൊരു മെസ്സേജ് ഹായ് അയച്ചാൽ മതി. ഓക്കെ. വിശാൽ ഇല്ലാത്തതിൻ്റെ പുതിയ ആളാണ്. ജെയ്സൺ, അതുപോലെ വേറെ ആരെങ്കിലും? മഹേശൻ KB, തനൂജ, നിഷ പയ്യാവൂർ, എന്തെങ്കിലും ഓർഡർ? നിഷ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 10 മിനിറ്റ് വേണമെങ്കിൽ സമയം എടുത്തോ. നമ്മളെ ഒഫീഷ്യലായിട്ട് നമ്മളെ സെഷൻ കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. എന്തെങ്കിലും ഈ ബിസിനസ് പരമായിട്ടോ പ്രൊഡക്റ്റ് പരമായിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലൂടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആർ യു റെഡി? ഇതിലൂടെ ലക്ഷറി ലൈഫ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരോഗ്യത്തിൽ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടോ? ആർ യു റെഡി? എങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യൂ. ഞാൻ റെഡിയാണ്, ഞാൻ കൂടെ ഉണ്ട് നിൽക്കാൻ. നിങ്ങൾ ഈ ലിങ്ക് അയച്ചെന്ന വ്യക്തി ഇപ്പം തന്നെ മെസ്സേജ് കൊടുക്കാം. സാറേ, അഗ്രി പ്രൊഡക്റ്റ് വാങ്ങാൻ എങ്ങനെയാ? നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ വാങ്ങുക? ഓൺലൈനായി ചെയ്യാം. ചേച്ചിന്റെ വീട് വയനാട്, എവിടെ സ്ഥലം മറന്നു ഞാൻ. വയനാട്. ഓൺലൈൻ വഴി ചെയ്യാം മാഡം. അഗ്രി പ്രൊഡക്റ്റിന് ട്രെയിനിങ് ഉണ്ട് മാഡം, അവിടെ വരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അനിൽകുമാർ ചേട്ടനോട് പറഞ്ഞാൽ വയനാട് അഗ്രി പ്രൊഡക്റ്റിന് ട്രെയിനിങ് ഉണ്ട്. അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്റെ സാർ അവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു സ്ഥലം ഞാൻ മറന്നുപോയി. എൻ്റെ സാറാണ് അത് ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സാറിനോട് പറയും വേണം, ഞാൻ ഈ ദുബായിലുള്ള ഷാജിൻ്റെ ടീമിലെന്ന് പറഞ്ഞാൽ
എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൃഷി സ്ഥലത്ത് വന്നിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. പിന്നെ ID എടുക്കാൻ നമ്മള് ആധാർ കാർഡ് അല്ലേ? ആധാർ കാർഡിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുക. ഫ്രണ്ട് ബാക്ക് ക്ലിയറുള്ള ഫോട്ടോ അയച്ചു കൊടുക്കണം. ക്ലിയർ വേണം, ക്ലാരിറ്റി വേണം. ആധാർ KYC ഒക്കെ കറക്റ്റായിട്ട് വേണം. ഓക്കെ, ആധാർ മാത്രം മതിയല്ലോ അല്ലേ? ഫോൺ നമ്പറും ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും അയച്ചു കൊടുത്താൽ മതി. പിന്നീട് കുറേ കഴിഞ്ഞ് വരുമാനം വരുന്ന സമയത്ത് പാൻ കാർഡും അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്താൽ വരുമാനം വരുന്ന സമയത്ത് കൊടുത്താൽ. ഓക്കെ, താങ്ക് യു സർ. എൻ്റെ നമ്പർ ചോദിച്ചാൽ എല്ലായിടും തരും. എന്ത് ഡൗട്ട് വേണമെങ്കിൽ എന്നോട് ചോദിക്കുക. എപ്പോൾ വേണമെങ്കിലും എന്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ സ്പോട്ടിൽ റിപ്ലൈ ചെയ്യും. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, ഇനി എല്ലാ ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും എൻ്റെ നമ്പർ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ നമ്പർ വാങ്ങിക്കുക. എനിക്കൊരു ഹായ് അയക്കാൻ. ഞാൻ ഇന്ന വ്യക്തിയാണ്, ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാനും ഇതിലൂടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന ആൾക്കാർ, എനിക്ക് എൻ്റെ മെസ്സേജ് കാണുന്ന ആൾക്കാർ യാതൊരുവിധ മടിയും കാണിക്കാതെ എനിക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുക. റിപ്ലൈ തരാൻ പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല കേട്ടോ. ഇനി എനിക്ക് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൽ ഒരുപാട് ലേഡീസ് ലീഡർമാരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യും. അവരോട് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ലേഡി ലീഡേഴ്സും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ടീം ലീഡേഴ്സിന് കേട്ടോ. ഇതിൽ പല ടീമാണ്. എൻ്റെ ഓർഗനൈസേഷനാണ്, എൻ്റെ 6 ഓർഗനൈസേഷനാണ്. നിങ്ങളുടെ നേരിട്ടുള്ള അപ്ലൈൻസ് ആര് വേണമെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ക്രോസ് ലെഗിൽ പോയി സംസാരിക്കാതിരിക്കുക. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിയണോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ, എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എന്തൊക്കെ ഉപയോഗിക്കാമെന്നുള്ള